സൂറത്ത് ഖാഫ് 41-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واستمع يوم ينادي المناد من مكان قريب يوم يسمعون الصيحة بالحق ذلك يوم الخروج إنا نحن نحيي ونميت وإلينا المصير يوم تشقق الأرض عنهم سراعا ذلك حشر علينا يسير نحن أعلم بما يقولون وما أنت عليهم بجبار فذكر بالقرآن من يخاف وعيد. واستمع നീ ശ്രദ്ധിച്ചു കേൾക്കുക. യൗമ യുനാദിൽ മുനാദി, വിളിക്കുന്നയാൾ വിളിക്കുന്ന ദിവസം. മിൻ മകാനിൻ ഖരീബ്, സമീപസ്ഥമായ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന്. യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ്, യൗമ യസ്മഊൻ കേൾക്കുന്ന ദിവസം. അസ്വൈഹത ഘോര ശബ്ദം, ബിൽ ഹഖ് യഥാർത്ഥമായ നിലയിൽ. ദാലിക യൗമുൽ ഖുറൂജ് അന്ന് പുറപ്പെടുന്ന ദിവസമാണ്. ഇന്നാ നഹ്നു നുഹീ വനുമീത്, തീർച്ചയായിട്ടും നാമാണ് ജീവിപ്പിക്കുന്നവൻ, വനുമീതു മരിപ്പിക്കുന്നവനും, വഇലൈനൽ മസീർ മടക്കം നമ്മളിലേക്ക് തന്നെയാണ്. നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. യൗമ തശഖഖുൽ അർദു അൻഹും സിറാഅ, യൗമ തശഖഖുൽ അർദ് ഭൂമി പിളരുന്ന ദിവസം. അൻഹും അവരെ കൊണ്ട്, സിറാഅൻ ബദ്ധപ്പെട്ട നിലയിൽ, ധൃതി കാണിച്ച നിലയിൽ. ذَلِكَ حَشْرٌ അതൊരു ഒരുമിച്ച് കൂട്ടലാണ്. അലൈന നമ്മുടെ മേൽ, യസീർ ആ ഒരുമിച്ച് കൂട്ടൽ നമ്മുടെ മേൽ എളുപ്പമായ കാര്യമാണ്. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ അവർ പറയുന്ന കാര്യം നാം അറിയുന്നുണ്ട്. വമാ അൻത അലൈഹിം നീ അവരുടെ മേലല്ല ബിജബ്ബാർ ഒരു സ്വേച്ഛാധിപതിയല്ല. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. ഫദക്കിർ നീ ഓർമ്മപ്പെടുത്തുക, ഉപദേശിക്കുക. ബിൽ ഖുർആൻ ഖുർആൻ കൊണ്ട്. മൻ യഖാഫു വഈദ് താക്കീതുകളെ ഭയപ്പെടുന്നവരെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, ഫസ്ബിർ അലാ മാ യഖൂലൂൻ, പിന്നെ വസബ്ബിഹ് ബിഹംദി റബ്ബിക് ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഖുറൂബ് വമിനൽ ലൈലി ഫസബ്ബിഹു അദ്ബാറ സുജൂദ് എന്ന് പറഞ്ഞു. ക്ഷമിക്കുക എന്ന് വെച്ചാൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവരുടെ അപഹാസ്യങ്ങൾ, അതിലൊക്കെ ക്ഷമിക്കുകയും പിന്നെ അല്ലാഹുവിന് തസ്ബീഹും തഹ്മീദും ചെയ്യുക. ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഖുറൂബ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും. വമിനൽ ലൈലി ഫസബ്ബിഹു അദ്ബാറ സുജൂദ് രാത്രിയിലും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുക. വഅദ്ബാറ സുജൂദ് സുജൂദിന് ശേഷവും, സുജൂദിന് ശേഷം. അദ്ബാർ ദുബറ കുല്ലി സലാത്ത് എന്ന് പറയുന്നു, നമസ്കാരങ്ങൾക്ക് ശേഷം. സുജൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നത് എന്നുവെച്ചാൽ റുക്കൂ പറയുന്നത് വർക്കഉ മഅ റാക്കിഈൻ. അതിന്റെ അർത്ഥം ഇങ്ങനെ റുക്കൂയിൽ ഇരിക്കാന്നല്ല, നിസ്കാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അവയവാണ്, ഒരു അമലാണെന്ന് റുക്കൂ.
അറബി ഭാഷന്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് ചെറുത് ജുസുവിനെ പറഞ്ഞിട്ട് കുല്ലിനെ ഉദ്ദേശിക്കുക എന്ന് പറയും. ഒരു സംഗതിനെ പറഞ്ഞിട്ട് അതിന്റെ ഫുള്ളിനെ ഉദ്ദേശിക്കുക എന്ന് പറയും. അപ്പൊ റുക്കൂ സുജൂദ് എന്നൊക്കെ നിസ്കാരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെ എന്ത് ചെയ്യുക? തസ്ബീഹ് ചെയ്യുകയും ചെയ്യുക. ശ്രദ്ധിച്ചു കേൾക്കുക. സമിഅ കേട്ടു. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കണേ. കേൾവി തന്നെ 2 ഐറ്റംസ് ഉണ്ട്. ഒന്നിങ്ങനെ കേൾക്കുക, രണ്ടാമത് ശ്രദ്ധിച്ചു കേൾക്കുക. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറു മിനൽ ജിന്ന് എന്ന് പറഞ്ഞു സൂറത്ത് ജിന്നിൽ. നമുക്ക് എടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ല അല്ലേ? ഇസ്തമഅ നഫറു മിനൽ ജിന്ന് പറയുന്നു. ഇസ്തിമാ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളവിടെ കേട്ടുണ്ടായി? ഇസ്തിമാ എന്ന് കേട്ടുന്നോ? ആ വാളൊക്കെ പിടിച്ച് ഞെട്ടിക്കലുണ്ട് നമ്മളെ വെള്ളിയാഴ്ച. ഇത് അല്ലേ? അങ്ങനെ പറയില്ലേ? മാഅശറൽ മുസ്ലിമീന റഹിമക്കുമുല്ലാഹ് അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ. വഈദ് എന്നാ പറയുന്നത്. എന്താണ്? വഈദുൽ മുഅ്മിനീൻ. വഈദ് പറഞ്ഞാൽ താക്കീദ് എന്നാണ്. വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ, ഫുഖറാക്കളുടെ ഹജ്ജാണ് മുഅ്മിനീങ്ങളുടെ. അവിടെ നല്ല കുപ്പായും നല്ല അത്തറൊക്കെ പൂശി നേരത്തെ വരാൻ പറഞ്ഞത്, കുളിച്ചിട്ട് വരാൻ പറഞ്ഞത് വഈദുൽ മുഅ്മിനീനാണ്. പിന്നെ അൽ ഖുത്ബത്തു തഖൂമു മഖാമ റക്അതൈൻ മിനൽ ഖുത്ബ ഫർളിന്റെ 2 റക്അത്തിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂഫി ഇബ്രാഹിമോ മൂസ എന്ന് പറയുമ്പോ വന്നിട്ട് കൈയ്യിടുന്നത്. മനസ്സിലായില്ലേ? ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യം മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. ആർക്ക്? ഈ കൗമിന് ഇത്ര കൊല്ലം കേട്ടിട്ട് ഇതാ ഈ പറഞ്ഞതെന്ന് എന്തില്ല, അറിയില്ല. അൽ ഖുത്ബത്തു തഖൂമു മഖാമ റക്അതൈൻ മിനൽ ഫർള്. ഫർളിന്റെ 2 റക്അത്തിന്റെ സ്ഥാനാണ് ഖുത്ബക്കുള്ളത്. മനസ്സിലായില്ലേ? ഇദാ സഅദ അൽ ഖതീബു അലൽ മിൻബർ ഫലാ യതകല്ലമന്ന അഹദുൻ വമൻ തകല്ലമ ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമുഅത ല. ആരെങ്കിലും ലഗാ ചെയ്താൽ അവന് ജുമുഅക്ക് തല ഉണ്ടാവില്ല. ഫലാ ജുമുഅത ല. അവന്റെ ജുമുഅക്ക് എന്തുണ്ടാവില്ല? കർത്തത അതിന്റെ അർത്ഥം. ഇത് നമ്മൾ പറയില്ലേ ഓനൊരു തലയില്ലാന്ന്. ഫലാ ജുമുഅത ലഹു, അവൻ എന്തില്ല? ജുമുഅ ഇല്ല. ഖുത്ബന്റെ ഇടയിൽ സംസാരിക്കേ അല്ലെങ്കിൽ ആംഗ്യം കാണിക്കേ അങ്ങോട്ട് കയറിയിരുന്നൊന്നും കൂടി പറയാൻ പാടില്ല. സഫ് കയറിയിരിക്കാൻ ഖുത്ബ തുടങ്ങിയാൽ പിന്നെ മിണ്ടാതിരിക്കുക. പക്ഷെ അതൊന്നും ഈ സമുദായത്തിന് അറിയില്ല. ഖുത്ബക്ക് തന്നെ വരലില്ല. അത് കഴിഞ്ഞാൽ പറയും ഫസ്തമിഉ വഅൻസിതു, നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. അൻസിതു, മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. അതുകൊണ്ട് ഖുത്ബക്ക് എന്തായാലും ഒന്ന് പങ്കെടുക്കണം. ഖുത്ബ ളുഹർ 2 റക്അത്തേ ഉള്ളൂ, അല്ല ജുമാ. ബാക്കി ഖുത്ബക്ക് നേരത്തെ എത്തണം. മനസ്സിലായില്ലേ? നേരത്തെ എത്തുന്ന ആൾക്ക് എന്താ ഉണ്ടാകുക? ഒട്ടകം മറുത്തു കൊടുത്തതിന്റെ പ്രതിഫലം ഉണ്ടാവും. പിന്നെ ഒന്ന് പറയുവായി പശു, പിന്നെ ആട്, പിന്നെ കോഴിമുട്ട, പിന്നെ അപ്പൊ എത്ര? 5 കിട്ടാ? എത്ര കിട്ടും? എത്രക്ക്? 5 ഉള്ളൂ ഓഫർ അല്ലേ? ഭയ അങ്ങനല്ല. അത് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഒരു ടൈം ഉണ്ട്. ആ ടൈമിന്റെ ഇടയിൽ വരുന്നവർക്കൊക്കെ എന്തിന്റെ കിട്ടും? ഒട്ടകത്തിന്റെ കിട്ടും. 5 സിൻഫാണ്, 5 വിഭാഗമാണ്. പിന്നെ എന്ത്? പശു, പിന്നെ ആട്, അങ്ങനെ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഒന്നും കിട്ടൂല. ആർക്ക് പറഞ്ഞാൽ ഇമാമു മിമ്പറിൽ കയറിയാൽ മലക്കുകള് സഹീഫ പൂട്ടും, ഏട് പൂട്ടും. പിന്നെ പഞ്ചിങ്ങില്ല, വെറുതെ പണിയെടുക്കാം. ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞ് വന്നാൽ ജുമാ ശരിയാവും, പക്ഷേ പ്രതിഫലം ഉണ്ടാവില്ല. പിന്നെ എന്താ ഞാൻ അതിൽ പോണ്ടാന്ന് തീരുമാനിച്ചാൽ ശിക്ഷയും കിട്ടും.
അങ്ങനെ എന്തിച്ചാളും ഉൾട്ട. കാരണം നമ്മളാണ് വെറുതെ ഇനി പേദല അയാൾ കയറി ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല, പോയിട്ട് കാര്യമൊന്നുമില്ല, അന്ന് ഉസ്താദ് പറഞ്ഞല്ലോ ഏട് കൂട്ടുന്നു എന്ന് പറയും. അല്ലല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് മിക്കവാറും ആൾക്കാരെ റെക്കോർഡിൽ ജുമാ ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ദിവസം കൂടി നമ്മള് ഒരു ഇബാദത്തിന് ഒരുങ്ങാത്ത ആൾക്കാരായി മാറി. ഇത് സങ്കടകരാണ്. നമ്മൾ അശ്രദ്ധ കാണിച്ചാൽ നമ്മളെ മക്കളും അശ്രദ്ധരാവും. പഴയ കാലത്തൊക്കെ നമ്മളെ വാപ്പാര് നേരത്തെ പള്ളി പോയ ആൾക്കാരാണ്. വെള്ളിയാഴ്ച ഒരു പണിക്ക് പോയില്ലേ ആൾക്കാർ. എന്തെങ്കിലും ഒരു ഏർപ്പാട് പറഞ്ഞ പോലെ പറയും ഒക്കെ ജുമാ കയ്യട്ടെ എന്ന് പറയും. ജുമാന്റെ മുമ്പ് ഒരു പരിപാടിയില്ല. അന്ന് ജുമയാണ് കാര്യപ്പെട്ടത്. അന്ന് നടന്നൊക്കെ പോകണം. എടുക്ക് പള്ളിക്ക്. അധിക പള്ളികളും പഴയ ജുമാത്ത് പള്ളികളൊക്കെ ഏതെങ്കിലും മലന്റെ മുകളിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തല്ല ഉണ്ടായാലേ നടന്നൊക്കെ പോകണം. കുറെ നിസ്കാര പള്ളി ഉണ്ടാവും. എല്ലായിടത്തും ജുമാ ഇല്ല. നടന്നൊക്കെ പോയി പള്ളിയിലിരുന്ന് ഖുർആനൊക്കെ ഓതി. ഇന്ന് ഉമ്മത്തിന് അതിനൊന്നും നേരമില്ലാതായി. പക്ഷെ ഉമ്മത്തിനെ തിരിച്ചു കൊണ്ടുവരണം. അവിടേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗം എന്താ പറഞ്ഞാൽ നമ്മളത് റെഡിയായാലാണ്. വേറെ ആരുമില്ല, നമ്മൾ റെഡിയായാലാണ്. മാഷാഅല്ലാ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഉണ്ടാവും. ഞാനും അവിടെ ഉദയലല്ല ഉണ്ടാവില്ല. 9 മണിക്ക് വരുന്ന ആൾക്കാരുണ്ട് ഉദയ. ആ ഫസ്റ്റ് വന്നിട്ട് ഇന്ന് ഓതുന്ന ആൾക്കാർ അവിടെ ഒരു ദിവസം 2 ദിവസം ഒന്നുമില്ല, പെർമനന്റായി. ആ വെള്ളിയാഴ്ച ദിവസം ഒരു 9 മണി 9:30 മണിയാകുമ്പോൾ അവിടെ പിന്നെ ആ ജുമാ വരെ ഓതി അമലുകളിൽ കഴിഞ്ഞു. ഓരും ദുനിയാവിന്റെ പണിയൊക്കെ ഉള്ള ആൾക്കാരാണ്. ആഴ്ചയിൽ ഒരു ദിവസം കൂടി നമുക്ക് നമ്മൾ അള്ളാന്റെ പള്ളിയിൽ വന്നിരിക്കാനും. ജുമാന്റെ ദിവസം എന്ന് പറഞ്ഞാൽ യൗമുൽ ഈദാണ്, ഹജ്ജുൽ ഫുഖറായി വൽ മസാക്കീനാണ്. മൂമിന് സ്വീകരിക്കപ്പെടുന്ന ദുആള്ള ദിവസമാണ്. സയ്യിദുൽ അയ്യാമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ പ്രാധാന്യമുള്ള ദിവസമാണ്. ومن يعظم شعائر الله فإنها من تقوى القلوب. ഖുർആനിൽ അല്ലാഹു പറയാണ് ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട് വമൻ യുഅള്ളിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ചയെങ്കിലും ഒരു വെള്ളട്ടുള്ളി. കാരണം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രമായിരുന്നു വെള്ള. മനസ്സിലായില്ലേ? മുമ്പൊക്കെ ഉള്ള ആൾക്കാർ സൂപ്പറയിലൊക്കെ മുക്കി വ്യാഴ്ച തന്നെ എന്താക്കും, കുറെ തുണിപ്പായെന്ന് പറയൽ ഉണ്ടാവില്ല. വെള്ളമൊക്കെ വിരിച്ച് ഇത് റെഡിയാക്കി ജുമാക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ അതൊക്കെ മറന്നുപോയി. ജുമ നമുക്ക് സാധാരണ ഉള്ള ദിവസം പോലെ, നമുക്കിന്ന് പ്രാധാന്യമുള്ള ദിവസം ഞായറാഴ്ച. അഖിലൊക്കെ എല്ലാം ഒരേ ദിവസമാണ്, ഒരേപോലെയാണ്. ഇല്ല വൈ നേരത്തെ പള്ളി കയറി നമ്മളിൽ ശീലം ഉണ്ടാക്കിയാൽ മതി. നമ്മളങ്ങനെ വേണ്ടാൻ തീരുമാനിച്ചിട്ടാണ്. ഈ ഇരിക്കണയിൽ എല്ലാവരും വലിയ ജോലിക്കാരൊന്നുമല്ല. വെള്ളിയാഴ്ച ഒഴിവുള്ള കുറെ ആൾക്കാരുണ്ട്. 4 അടിപൊളി തിരിഞ്ഞിട്ട് എന്താക്കും? ഇല്ല, വെള്ളിയാഴ്ച നേരത്തെ പള്ളി കയറും. ഉദ്യോഗസ്ഥരുണ്ടാവും, അല്ലെങ്കിൽ വേറെ കൃത്യമായി പീഡ് എടുക്കണ കുറെ ആൾക്കാരുണ്ടാവും. ഓരോ കാര്യങ്ങൾ അതുണ്ടാവേണ്ടി വരും. അല്ലാഹു. പക്ഷെ ഒരു പണിയും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവരും വരലേ വാങ്ങിക്കൊടുക്കാൻ നിൽക്കും. ഇല്ല, വെള്ളിയാഴ്ച ദുആ ഖബൂലാകുന്ന ദിവസമാണ്. ചില അമലുകൾ നമ്മളെ ദീനിൽ ഇസ്തിഖാമത്തുണ്ടാവും. പരസ്പരം അതൊക്കെ നോക്കിയിട്ടേക്ക് നമ്മളെ കാര്യത്തിൽ തീരുമാനിക്കണം. അതുകൊണ്ട് വെള്ളിയാഴ്ച നേരത്തെ വരിക, കുളിച്ചിട്ട് വരിക, നല്ല സുഗന്ധം പൂശുക. മനസ്സിലായില്ലേ? ശീലം ചേർന്ന ശ്രദ്ധിച്ചു കേൾക്കുക. യൗമ യുനാദിൽ മുനാദി, വിളിക്കുന്ന ആൾ, വിളിക്കുന്ന ദിവസം. ആരാണ് ഈ വിളിക്കുന്ന ആള്? ഈ വിളിക്കുന്ന ആള് ഇസ്രാഫീൽ അലൈഹിസ്സലാം. മനസ്സിലായില്ലേ? മിൻ മക്കാനിൻ ഖരീബ്, അടുത്ത സ്ഥലത്ത് നിന്ന് അദ്ദേഹം വിളിക്കും. അദ്ദേഹം വിളിക്കുമ്പോ പിന്നെന്താ ഉണ്ടാവല്? ഘോര ശബ്ദാണ് ഉണ്ടാകുക. അതാണ് പറഞ്ഞത് യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ്, യഥാർത്ഥമായ നിലയിൽ ഘോര ശബ്ദം കേൾക്കും. ഇത് രണ്ടാമത്തെ എന്താണ്? ഊത്താണ്. സൂറെന്ന കാലത്തിലുള്ള രണ്ടാമത്തെ ഊത്ത്. രണ്ടാമത്തെ ഊത്ത് എന്തിനുള്ളതാണ്? മരിച്ചവരെ. ഒന്നാമത്തെ ഊത്ത് എന്തിനുള്ളതാണ്? നശിക്കാനുള്ളതാണ്. രണ്ടാമത്തേത് പുനരുദ്ധാരണത്തിനുള്ളതാണ്. യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ് ദാലിക യൗമുൽ ഖുറൂജ്. അന്ന് എന്തിനുള്ളതാണ്? ഖുറൂജിനുള്ള ദിവസമാണ്, പുറപ്പെടാനുള്ള ദിവസമാണ് ഖബറുകളിൽ. വനുഫിഖ ഫിസ്സൂർ,
ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون ونفخ في الصور سور الودപ്പെട്ടാൽ فإذا هم من الأجداث إلى ربهم ينسلون അവർ കുഴിമാടങ്ങളിൽ നിന്ന് സെമിത്തേരികളിൽ നിന്ന് ചൊടലകളിൽ നിന്ന് ഖബർസ്ഥാനുകളിൽ നിന്ന് എല്ലാവരും നീണ്ടാവും എഴുന്നേറ്റിട്ട് ഒരു പോക്കുണ്ടാവും. അതൊരു വല്ലാത്ത സംഗതിയാണ്. ഖുർആൻ ശരീഫിൽ പല സ്ഥലത്തും ഈ കാര്യം അല്ലാഹു പറയുന്നു. പല സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് പറയുന്നത് അല്ലാഹു തആല അവരെ നാട്ടപ്പെട്ട ഒരു കുഴിയിലേക്ക് അവരിങ്ങനെ ഒഴുകും. യൂഫിദൂൻ, അവരതിലേക്ക് ഇങ്ങനെ ഇലാ നുസ്ബി യൂഫിദൂൻ, നാട്ടപ്പെട്ട ഒരു കുറിയിലേക്ക് അവരിങ്ങനെ ഒരു അടയാളത്തിലേക്ക് ഇങ്ങനെ പോണത് കാണാം. ഈ സൂറത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ പഠിച്ചത്. സൂറത്ത് ഖാഫിൽ പറയുന്നല്ലോ മാഹാ സായിഖുൻ വ ഷഹീദ്, ഓരെ തെളിച്ചു കൊണ്ടവന് ഒരു ഡ്രൈവർ, സായിഖ് ഒരു ഡ്രൈവർ ഉണ്ടാവും, ഒരു മലക്കുണ്ടാവും, ഷഹീദ് സാക്ഷി ഉണ്ടാവും. എല്ലാരും ആട്ടി തെളിച്ച് ഇങ്ങനെ കൊണ്ടുണ്ടാവും. ഇസ്രാഫീലിന്റെ ഒരൊറ്റ ഊത്ത്, ഇസ്രാഫീൽ ഇങ്ങനെ കാഹളം പിടിച്ച് നിൽക്കുകയാണ് ഇപ്പൊ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് കേട്ടാല് നമുക്ക് പേടിയാവും. കാരണം ഇങ്ങനെ നിൽക്കുകയാണ്. ഹുക്കുമ് വന്നാ മതി എന്താവും ഊതാലടാ എടോ കാളം തുറപ്പിടിച്ചെടുക്കാണ്, പൊടിപിടിച്ചെടുക്കാണ്, ആ കഞ്ഞി തട്ടി തുടച്ചുണ്ടാക്കി കൊണ്ടുവരുന്നു വേണ്ട, അങ്ങനെ പിടിച്ച് നിൽക്കാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കാണ്. ഹുക്കുമിന്റെ ആവശ്യമില്ല. അപ്പോഴേക്കും അത് നടപ്പിലാക്കപ്പെടും. മനസ്സിലായില്ലേ? അപ്പോഴേക്കും നടപ്പിലാക്കപ്പെടും. ഖിയാമത്ത് നാളിലുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഊത്തുണ്ടാവും. അതിൽ എല്ലാവരും പുറത്തേക്ക് വരും. ദാലിക യൗമുൽ ഖുറൂജ്, അതാണ് എന്ത് ചെയ്യാണ് ഒറിജിനൽ പുറപ്പെടാണ്. കുഴിമാടങ്ങളിൽ നിന്ന് പുറപ്പെടാനുള്ളതാണ്. എത്ര കാല ഖബറിലുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്രയോ കാലം ആദം അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള ആൾക്കാർ മരിച്ചു. എത്ര കൊല്ലായി. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ അങ്ങനെ ഖബറുകളിലാണ്. ഈ എല്ലാവരും എഴുന്നേൽക്കണം. ദാലിക യൗമുൽ ഖുറൂജാണ്. ഇന്നാ നഹ്നു നുഹീ വനുമീത് വഇലൈനൽ മസീർ. നമ്മളാണ് ജീവിപ്പിക്കുന്ന ആള്. ഇന്നാ നഹ്നു നുഹീ വനുമീത്, മരിപ്പിക്കുന്ന ആള് നമ്മൾ തന്നെയാണ്. വഇലൈനൽ മസീർ, മടക്കു കൊടുക്കുന്നതാണ് നമ്മളിലേക്ക് തന്നെയാണ്. ഈ പണി ഫുള്ളായി. നമ്മളാരും ഒന്നും ചെയ്യണ്ട. നമ്മളാരും മരിക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്തോളൂ, നമ്മൾ പണിയെടുക്കുന്നത് മരിക്കാക്കാനുള്ള പണിയാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ മരിക്കാക്കാൻ പറ്റും? വെന്റിലേറ്റർ ഒക്കെ ഇട്ടിട്ട് ഫുള്ള് മാക്സിമം നോക്കുകയാണ്. മരിപ്പിക്കൽ നമ്മളാണ്, ജീവിപ്പിക്കൽ നമ്മളാണ്, മരിപ്പിക്കൽ നമ്മളാണ്. വൈലൈനൽ മസീർ, അള്ളാഹുലേക്ക് തന്നെയാണ് മടക്കം. തീർച്ച എല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങും. യൗമ തശഖഖുൽ അർദു അൻഹും സിറാഅ, ഖബറുകളൊക്കെ ഇങ്ങനെ പൊട്ടിട്ട് തശഖഖ ഇദസ്സമാഉൻ ശഖഖത് പറഞ്ഞില്ലേ. തശഖഖുൽ അർദ്, ഭൂമി എന്ത് ചെയ്യാ, പിളര. അൻഹും, അവരെ തൊട്ട്. സിറാഅൻ, അവരിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഈ ജനഗണമന ചെയ്യുമ്പോ ജയഹേ പറയുമ്പോ കുട്ടികളുണ്ടായില്ലേ? എവിടെ പോയി? എൽ പി സ്കൂളിലെ കാണാൻ ഭയങ്കര രസമുള്ളൊരു കാഴ്ച അല്ലേ? ആ ജയ ഹേ ജയ ഹേ പറഞ്ഞ പിന്നെന്താ ഒരൊറ്റ വിടലാണ്. ഇതൊന്നും എത്തിച്ചില്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ഓട്ടോസൊക്കെ കാത്തിക്കണം. അപ്പൊ അന്ന് എന്തില്ല, ഓട്ടോസ് ഒന്നുമില്ല, ഒന്നായിട്ടൊരു ഓട്ടാണ്. ആ ഓട്ടന്നെ ഭയങ്കര രസമാണല്ലേ. കാരണം എന്താ പറഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലല്ലോ. മറ്റൊരു കുത്തൊക്കെ കുടിച്ചിട്ട് എന്ത് ചെയ്യാ, ഒറ്റപ്പാച്ചിൽ ഭയങ്കര രസമുള്ളതാണ്. ഇപ്പം അങ്ങനത്തെ സ്കൂളിൽ ചില സ്കൂളുകളൊക്കെ ഉണ്ട്. ആ സ്കൂളിന്റെ അടുത്തൂടെ പോകണമെങ്കിൽ ഞാൻ എപ്പോഴും വണ്ടി എടുത്തിട്ട് ഒന്നങ്ങനെ കാണുന്നത്. രണ്ടർത്ഥാണ് അതിൽ. ഒന്ന് വണ്ടി എടുത്തിരുന്നത് നല്ലതാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇത് വണ്ടിമ വന്നിട്ട് എന്ത് ചെയ്താളൂ,
കേറും. മറ്റേ ആ ഓടിന് കാണാൻ ഭയങ്കര രസമാണ്. ഓർക്ക് ഒരു ഇതുമില്ലല്ലോ. ഓലെ ഏതോ ബന്ധനസ്ഥയിൽ നിന്നുണ്ട്. ഇതാണ് സ്വതന്ത്രമായ മൈലാണല്ലോ ഓർക്കുള്ളത് അല്ലെ. സ്കൂളോട് വിട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ കാരണം ഓരോ ഫുൾ ഫിഗർ വേറെ സ്ഥലത്താണ്. എവിടെ കളിസ്ഥലത്തുള്ളത്. അതിനങ്ങനെ കൂട്ടിലിട്ട കിളിനെ പോലെ അവരങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ പേരാണ് സിറാൻ എന്ന് പറഞ്ഞത്. സ്പീഡ് എന്നർത്ഥം. ബന്ധപ്പെട്ട് നിൽക്കാണ് കുഴിമാടങ്ങളിൽ കബറുകളിൽ. പൊട്ടിയാൽ കാരണം മനുഷ്യന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടിയാൽ മതി എന്ന് വിചാരിക്കും. അത് മനുഷ്യന്റെ ബുദ്ധി കുറവാണ്. മനസ്സിലായില്ല. ഇപ്പൊ ഭയങ്കര കടാണ്. ആ കടത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരമുണ്ടാവും. പക്ഷെ ആൾക്കാർ ആത്മഹത്യ ചെയ്യും. എന്താണ് ഇതെന്നത് കഴിച്ചില്ല. ഇതിനേക്കാളും വലിയ മുസീബത്തിക്കാണ് എവിടെ പോണത്. അല്ലാഹ് ആകട്ടെ. ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോ ഈ പ്രശ്നത്തിന്റെ പരിഹാരമല്ല, പ്രശ്നത്തിലേക്ക് എടുത്തു ചാടുന്നതിന്റെ പേരാണെന്ത്? ആത്മഹത്യ. കാലാകാലം നരകത്ത് പോയിട്ട് കിടക്കേണ്ടി വരും. കാലാകാലം നരകത്ത് കിടക്കേണ്ടി വരും. അല്ലാഹ് നമ്മളെ കാക്കട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഖുർആന്റെ ഒരു ആയത്താണ്. ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. പടച്ചവനെ ഹിദായത്ത് തന്നതിന് ശേഷം അതെന്ത് ചെയ്യരുത്? ഊരരുത് പടച്ചവനെ. നമ്മളെപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ദീനിൽ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളത്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീൻ. ഖൽബാണത്. ഖൽബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് കളിക്കുന്ന വെള്ളത്തിലിട്ട ബോള് പോലെ അല്ലെങ്കിൽ തേങ്ങൊക്കെ പോലെ ഇങ്ങനെ കളിക്കുന്ന സാധനത്തിന്റെ പേരാണ് ഖലബ യഖലിബ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഇളകി മറിഞ്ഞ് കളിക്കുന്ന സാധനമാണ്. ഒരു പൊസിഷനിൽ നിൽക്കൂല. അതിന്റെ ഉള്ളിലാണ് ഈ നിയ്യത്തും ഈമാനൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇത് എപ്പോഴും പതറാം. എപ്പോഴും ഏതെങ്കിലും അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടായി പോവാം. അതുകൊണ്ടാണ് പറഞ്ഞത് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഇതിന്റെ സാധനങ്ങളെ ദുആണ്. നമ്മളിത് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഈ രണ്ട് ദുആകളൊക്കെ കാരണം ഭയങ്കര ആവശ്യമാണ്. മനുഷ്യന് ഏത് സാഹചര്യം വരാന്നറിയില്ല. കുറെ മുമ്പ് SLC ഒക്കെ തോറ്റു കഴിഞ്ഞാല് ഒരു സേ പരീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു. SLC തോറ്റു കഴിഞ്ഞാൽ അന്ന് ഭയങ്കര പ്രശ്നമാണല്ലോ. അന്നും പ്രശ്നമാണ്, ഇന്നും പ്രശ്നമാണ്. അന്നൊക്കെ 210 കാലല്ലേ ആ കാലഘട്ടത്തിൽ. അപ്പൊ തോറ്റാൽ ഈ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന ഒരു മാഷ് ഈ കൊണ്ടോട്ടി ഈ ഭാഗത്ത് ഇവിടെ ഉള്ള അയാള് ക്ലാസ്സൊക്കെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അയാളെ ഒരു ക്ലാസ് ലാസ്റ്റ് SLC എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ അന്ത്യല്ല. അതുകൊണ്ട് ഇത് തോറ്റു നേരിച്ചിട്ട് ഒരു ചുക്കും സംഭവിക്കില്ല. നമുക്ക് രണ്ടാമത് പരീക്ഷ ചെയ്ത ആരും എന്ത് ചെയ്യരുത്, അവിവേകം ചെയ്യരുത്, ആത്മഹത്യ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു ഫുൾ അയാൾ ആത്മഹത്യനെ പറ്റിയൊരു ക്ലാസ് എടുക്കില്ലേ. ഞാൻ പിന്നീട് അറിഞ്ഞത് അയാൾ ആത്മഹത്യ ചെയ്താണ്. ഇതായത് ഒരു മുസ്ലിം സഹോദരൻ മാഷി, നിങ്ങൾക്ക് ആർക്കും അറിയാമെന്നറിയില്ല. അയാൾ എല്ലാ കുട്ടികൾക്കും ഇത് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അയാൾ അതിന്റെ ഭവിഷ്യത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത് ഹൃദയം ആരെ കയ്യിലാന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പടച്ചവനെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഹിദായത്ത് തന്നതിന് ശേഷം പിന്നെ ഊരരുതേ പടച്ചവനെ. അൽഹംദുലില്ലാഹ് നമുക്ക് ഹിദായത്ത് കിട്ടി, നമുക്ക് അല്ലാഹനെ അറിയാൻ ഭാഗ്യം കിട്ടി. ഇതിൽ ഈ ദുആയിലെല്ലാം പെട്ടു. യുക്തിവാദം, നിരീശ്വരവാദം, വേണ്ടാത്തതൊക്കെ പെട്ടു. ഇതൊന്നും ആർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല. ഓരോ സാഹചര്യത്തിൽ പടച്ചവൻ അവന്റെ ഈമാൻ ഊരാൻ വിചാരിക്കുമ്പോ അടൂരിക്കളയുന്നതാണ്. അതിന് പല കാരണങ്ങളാണ്. അതൊക്കെ വൈ മുസ്ലിം, W മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പടച്ചവനെ ഹിദായത്ത് തന്നതിന് ശേഷം ഊരരുത്. അതുകൊണ്ട് മനുഷ്യന്റെ എപ്പോഴും ഉള്ള അവസ്ഥയാണ് ഇപ്പത്തെ പ്രശ്നത്തിൽ വേഗം എന്ത് ചെയ്യുക. അതുകൊണ്ട് ഇപ്പൊ സാമ്പത്തിക ചെറിയ പ്രതിസന്ധി. അതുകൊണ്ടാണ് വേഗം പോയി എന്തെടുക്കുന്നത്, ലോൺ എടുക്കുന്നത്. സത്യത്തിൽ ലോൺ അതിനേക്കാളും വലിയ മുസീബത്തിക്കാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടെത്തുന്നത്. ആണോ അല്ലേ വൈ? ലോൺ എടുത്തിട്ട് രക്ഷപ്പെട്ട ആളാരല്ല ദുനിയാവില്? ആരല്ല? നിങ്ങളൊന്ന് ആലോചിച്ചു കണ്ടി. ആരുണ്ടാവില്ല. ബാങ്കുകാർക്ക് തന്നെ അറിയാം എന്ത്
ഇവന്റെ കട്ടകാലം തുടങ്ങിയത് കോട്ടക്കൽ ഒരു ബ്രാഞ്ചിന്റെ പേരൊന്നും ഞാൻ പറയില്ല. 2 പയ്യന്മാരുണ്ടായി. ഒന്നൊരു ക്രിസ്ത്യൻ സഹോദരൻ, ഒന്നൊരു മുസ്ലിം സഹോദരൻ. അപ്പൊ ആ മുസ്ലിം പയ്യനെ എനിക്കറിയുന്ന കുട്ടിയാണ്. അപ്പൊ അവന് ഒരു ദിവസം എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞതാണ്. ഓനും മറ്റേയാളും പാടാൻ ഈ ലൈനിൽ പോയിട്ട് ആൾക്കാരെ എന്ത് ചെയ്യല്, ക്യാൻവാസ് ചെയ്യല്, അതിന്റെ സുഖങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കല്. അധ്യാപകന്റെ അടുത്ത് പോയി പറയും, നിങ്ങൾ എന്തായാലും വാടക എത്ര കൊടുക്കില്ലേ, ഇതിലായാലും ഇപ്പൊ 5000 രൂപ വാടക, അതിന്റെ കൂടെ 5000 രൂപ കൊടുത്താൽ നിങ്ങൾ റിട്ടയർഡ് ആയി പോകുമ്പോൾ നിങ്ങൾക്ക് പെര എന്തായിട്ടുണ്ടാവും, സ്വന്തമായിട്ടുണ്ടാവും, നിങ്ങൾ അങ്ങനെ എടുത്തോളി ഇങ്ങനെ എടുത്തോളി എന്നൊക്കെ പറഞ്ഞു ഫുള്ള് ഫളായിലൊക്കെ പറഞ്ഞെടുത്തിട്ട് എന്താക്കും, ഇതിൽപ്പെടുത്തുന്ന ആൾക്കാർ. എന്നിട്ട് ഒരാൾക്ക് ഇയാള് അങ്ങായി ചേർന്ന് കഴിഞ്ഞാൽ ഇവർ രണ്ടാളും പാടെ മാട്ടിക്കൊണ്ട് പറയാലോ, ആ സാധു കുടുങ്ങി. ആര് പറയല്ലോ, ഇവർ രണ്ടാളും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായിട്ടോ, ഇവരുണ്ടോ, ഒന്ന് ക്രിസ്ത്യാനിയാണ്, ഒന്ന് മുസ്ലിമാണ്. ഇവർ രണ്ടാളും ആട്ടുകൊണ്ട് പറയലോ, ഇവനും കുടുങ്ങി. കാരണം ഇവർക്ക് എന്തായിട്ടും അറിയാതെ ഇത് കുടുങ്ങിയവരൊക്കെ കുടുങ്ങാണ്. അങ്ങനെ ഇവന് ഒരു ഉദയിലെ ഒരു റമദാന്റെ ഏതൊരു പലിശനെ എന്തോ പറഞ്ഞപ്പോ ഓനക്ക് അന്നത് തൽക്കരിട്ട് ഓൻ എന്താക്കിയ ജോലി രാജിച്ചു. ഓൻ അക്കൗണ്ടന്റ് ആണ്, ഓൻ ജോലി രാജിച്ചു. അങ്ങനെ മറ്റവൻ അവിടെ ഉണ്ടായി. മറ്റവന്റെ ഭാര്യ +2 അധ്യാപികയാണ്, അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. അങ്ങനെ ഇവനൊക്കെ പോകുന്നതിന് ശേഷം ഒരു ദിവസം അവനെ കണ്ടപ്പോൾ ചോദിച്ചല്ലോ, അവൻ പറഞ്ഞോടെ ഞാനും പെട്ടു. ഏലി ആ ലോണില് അവനും പെട്ടു. ആര് ഈ ചേർത്താൻ പോണ ക്രിസ്ത്യ സഹോദരൻ, ഓൻ പെട്ട് ഓനാകെ കുടുങ്ങി കിടക്കാനാണ്. എന്നിട്ട് പറയുമ്പോ ഭാര്യന്റെ സാലറിയിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അടവ് തീർത്തുകൊണ്ടിരിക്കുന്നത്, കുടുങ്ങിയെന്നത്. അപ്പം ഇവർക്ക് തന്നെ അറിയാതെ കുടുങ്ങാണ്. പക്ഷെ മനുഷ്യൻ താൽക്കാലിക പ്രതിസന്ധി വരുമ്പോഴത്തേക്കും വേഗം പോയിട്ട് എന്താ എടുത്തേക്കും. അങ്ങനെ പിന്നെ മൊത്തം പോകും. 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് എടുക്കുന്നത്. സത്യത്തിൽ ഏറ്റവും വലിയ ബുദ്ധി 5 സെന്റ് എന്ത് ചെയ്യലാണ്, ബൈക്ക് കേട്ടോളി 5 സെന്റ് വേഗം വിൽക്കലാണ്. എന്നാലിപ്പോ ഉദാഹരണത്തിന് 2 ലക്ഷം ഉൾപ്പെട്ട സ്ഥലമാണ് 10 ലക്ഷം ഉൾപ്പെട്ട് 5 സെന്റ് വിറ്റാല് 4 ലക്ഷത്തിന്റെ ആവശ്യമില്ലെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും, 6 ലക്ഷം ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടാം, ഇല്ലെങ്കിൽ മീനെങ്കിലും വാങ്ങി തിന്നാം. പക്ഷെ 5 ലക്ഷം ഈ അതൊക്കെ വെച്ചാല് ലാസ്റ്റ് എന്താ ഉണ്ടായില്ല പറഞ്ഞാൽ ഇത് വിറ്റാലും എന്തായാലും വീടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറും. കാരണം അത് പലിശ. അതുകൊണ്ട് മനുഷ്യൻ താൽക്കാലിക ബുദ്ധിമുട്ടുന്ന അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടിലേക്ക് എടുത്തു ചാടും. അതുകൊണ്ടാണ് ഖുലിഖൽ ഇൻസാനു ഹലൂആ, ഖുലിഖൽ ഇൻസാനു ഹലൂആ ഇദാ മസ്സഹു ശർറു ജസൂആ വഇദാ മസ്സഹുൽ ഖൈറു മനൂആ. മനുഷ്യൻ വേവലാതിക്കാരനായിട്ടാണ് എന്ത് ചെയ്തത്, സൃഷ്ടിക്കപ്പെട്ടത്. ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കൂല, ഭയങ്കര അസ്വസ്ഥതയ്ക്കും. മനുഷ്യന്റെ സൃഷ്ടിപ്പിലുള്ളതാണ്. അങ്ങനെ ഹലുവായിട്ട് മനുഷ്യൻ നിൽക്കാൻ കഴിയില്ല. പക്ഷെ അത് ഈമാനും അമലുകളൊക്കെയാണ് മനുഷ്യൻ എന്ത് ചെയ്യാ, പിന്നെ അവനെ സ്ഥിരമായിട്ട് അവനെ ആ ഒരു ബോധത്തിൽ നിലനിർത്തുക. അല്ലെങ്കിൽ അങ്ങനെ അക്ഷരം കാട്ടിക്കൊണ്ടിരിക്കും, പൊട്ടുവൻ പിന്നെയും പൊട്ടാനുള്ള ശ്രമങ്ങളിലേക്ക് ഉണ്ടാവും. അങ്ങനെ ധൃതി കൂട്ടി. ഇതേപോലെ ഖബറിസ്ഥാനിൽ നിൽക്കുമ്പോൾ അതിന്റെ ഇടങ്ങേറുന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യാണ്, ബന്ധപ്പെട്ട് നിൽക്കാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, എന്ത് യൗമ തശഖഖുൽ അർളു അൻഹും സിറാ. സിറാ എന്ന് പറഞ്ഞാൽ സുറാ അല്ലേ, സുറാ യാ അല്ലാഹ് സുറാ സുറാ എന്നറിയില്ല, ഇതാണ് സിറാ എന്ന് പറഞ്ഞാൽ. ഭയങ്കര ധൃതി കൂട്ടി ബന്ധപ്പെട്ട് ഭയങ്കര എങ്ങനെങ്കിലും കുഴി തുറന്നാൽ എന്ത് ചെയ്യാ, ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് ചാടണമാതിരി പുറത്ത് ചാടിച്ച്. പുറത്ത് അതിനേക്കാളും വലിയ മുസീബത്താന്നുള്ളത്. എവിടേക്കായി പോണത്, മത്സരക്കാ പോണത്. ചെമ്പിന്റെ ഭൂമി, ആകാശത്ത് ഒരു ചാണ്ട് മുകളിൽ വിയർപ്പ് ഇങ്ങനെ കുളിക്കുക. മത്സരയിൽ നിൽക്കുമ്പോ മനുഷ്യൻ പറയുന്നത്, പഠിച്ചവനെ നരകത്തിക്കെങ്കിൽ നരകത്തിൽ ഇപ്പോഴൊന്നും കഴിച്ചില്ല. നരകം തന്നിപ്പോ എന്ത് ചെയ്തിട്ടില്ല, കണ്ടില്ല. അതാ പറഞ്ഞത്, ഒന്നിന്ന് കബറിന്റെ അവിടുന്ന് അതിനേക്കാളും വലിയ അദാബിലേക്ക് എന്ത് ചെയ്യാണ്, ധൃതി പിടിച്ചു വരികയാണ്. യൗമ തശഖഖുൽ അർളു അൻഹും സിറാ ദാലിക ഹശ്റുൻ അലൈനാ യസീർ. വളരെ എന്തോ നല്ല വാക്കാണ്. ദാലിക ഹശ്റുൻ അലൈനാ യസീർ. ആ ഒരുമിച്ച് കൂട്ടൽ നമുക്ക് വളരെ എളുപ്പമുള്ളതാണ്. ആ വാക്കന്നെ യസീർ, യുസ്ർ, വളരെ എളുപ്പമാണ്. അല്ല വളരെ ഒരു വർത്താനം തന്നെ എന്താണ്, ഒരു കനല്ലാത്ത മാതിരിയാണ്. ഹശ്ർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക. മഹ്ശർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, മൈതാൻ എന്ന് പറഞ്ഞ പോലെ മഹ്ശർ.
ذلك حشر علينا യസീർ. യസീർ എന്ന് പറഞ്ഞാൽ എളുപ്പം. അല്ലാഹുമ്മ യസ്സിർ അസീറനാ. അസീർ ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ. ഇന്ന മഅൽ ഉസ്രി യുസ്ർ. ഉസ്ർ ബുദ്ധിമുട്ട്, യുസ്ർ എളുപ്പം. അസീർ എന്താണ് ബുദ്ധിമുട്ട്, യസീർ എളുപ്പം. അതാണ് യസീർ എന്ന് പറഞ്ഞത്. ദാലിക ഹശ്റുൻ അലൈനാ യസീർ. നമ്മളെ മേലെ അത് വളരെ എളുപ്പമാണ്. ഈ മനുഷ്യ ആദം നബി മുതലുള്ള മനുഷ്യന്മാരെ തപ്പിപ്പിടിച്ചണം പോയി. നമ്മളേലൊക്കെ പഴയ കൊല്ലത്തെ കുറെ ഫയലുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു കുറെ പഴയ ആധാരമൊക്കെ നോക്കിയാൽ ഒരാൾക്ക് ചെലവിടിച്ച് കഴിഞ്ഞാൽ അത് പോയിന്ന് അറിയും. കുറെ സാധനങ്ങൾ ഒരു കറണ്ടിന്റെ ബില്ല് നികുതി അടച്ചൊക്കെ ഒരു 50 മുമ്പ് നികുതി അടച്ചുകൊണ്ടോ വെച്ചാൽ എല്ലാവരിലും ഒന്നും ഉണ്ടാവില്ല, ചില ആളുകളുണ്ടാവും. ചിലവരൊന്നും ഉണ്ടാകുകയില്ലേ, ആകെ പോയിണ്ടാവും. ഇതേമാതിരി ആദം നബി മുതൽ ഈ പരിപാടി നടക്കേണ്ടത് ഏത് വഴി? മറമാടല്ലേ, കണ്ണമ്പറമ്പിലൊക്കെ എത്ര പ്രാവശ്യം തോണ്ടിണ്ടാവും അല്ലേ? അങ്ങനെ തോണ്ടി 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 പോവല്ലേ ഖബറുകൾ. ഇവരൊക്കെ എന്ത് ചെയ്യണം? ഇവരെല്ലാരും കൊണ്ടുവരണം. അപ്പൊ എങ്ങനെ കൊണ്ടുവരാന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതുകൊണ്ട് വളരെ ലളിതമായിട്ട് അല്ലാഹു തആല പറയാണ് ദാലിക ഹശ്റുൻ അലൈന യസീർ. അത് നമുക്കൊരു പ്രശ്നമില്ല. അതിനാണ് ആദ്യം പറഞ്ഞത് ഇന്നാ നഹ്നു നുഹി വനുമീതു വഇലൈനൽ മസീർ. ഈ ഉണ്ടാക്കിയ ആൾക്ക് അത് കൊണ്ടുവരാന്നുള്ളത് എന്തല്ല, ഒന്നുമില്ലാത്തടത്തുനിന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ അത് രണ്ടാമത് ഉണ്ടാക്കുക കൊണ്ടുവരാന്നുള്ളത് എന്തല്ല. നമുക്കറിയാലോ, ഇപ്പൊ ഇവിടെ എയർപോർട്ടിലൊക്കെ പഴയ പാസ്പോർട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിയിരുന്നെങ്കിൽ, പഴയ പാസ്പോർട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ 2 പാസ്പോർട്ട് ഉണ്ടല്ലോ എന്നൊക്കെ പറയും. ആര്? ഓഫീസർമാര്. നിങ്ങളെല്ലാം 2 പാസ്പോർട്ട് ഉണ്ടല്ലോ, നിങ്ങൾ ആ പാസ്പോർട്ട് എങ്ങനെ ഉണ്ടല്ലോ, ഒരു പാസ്പോർട്ട് പോയിനല്ലോ എന്നൊക്കെ പറയും. എന്താണ് പറഞ്ഞാൽ ഇതാണ് അടിക്കുമ്പോൾ തന്നെ ഫുള്ള് കണ്ട് വരും. ആധാർ നമ്പറൊക്കെ അടിച്ചാൽ മതി, ഇപ്പൊ എല്ലാം കിട്ടും. ഇതൊക്കെ പടപ്പുകൾ ഇപ്പൊ കണ്ടെത്തണേ ഉള്ളൂ. പടച്ചോന് ഇതിനു മുന്നേ എല്ലാവരും എന്താണ്, എല്ലാം ഓർഡർ ചെയ്താ വരുന്നത്. അത് അള്ളാഹിനെ കൊണ്ട് കഴിയുന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. അലാ ബലാ ഖാദിരീന അലാ അൻ മുസവ്വിയ ബനാന. മനുഷ്യന്റെ സൃഷ്ടിപ്പന്നെ അതിനുള്ള തെളിവാണ്. നമുക്ക് ഇത്ര ഈ വട്ടത്തിന്റെ ഉള്ളിൽ മനുഷ്യരെ വിഭിന്നമാക്കുക പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും മൂക്ക് കൊടുക്കണം. മൂക്ക് പല കോലത്തിലൊന്നല്ലല്ലോ ഉള്ളു. നമുക്കറിയാനുള്ള കാറുകള് മോഡൽ മാറ്റലുണ്ട്. പക്ഷെ എങ്ങനെ മോഡൽ ആച്ചാലും പിന്നെ അവസാനമൊക്കെ എങ്ങനെ ഉണ്ടാവും? ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അതിന്റെ ഫ്രണ്ടേജൊക്കെ ഭയങ്കര മാറ്റം ഉണ്ടാവും. പക്ഷേ മൂക്ക് ഒരേപോലെയുള്ള മൂക്ക എല്ലാവർക്കും കൊടുക്കണം. 2 ഓട്ടിയും അതൊക്കെ സെറ്റപ്പ് വെച്ച്. കണ്ണ് എല്ലാവർക്കും 2 എല്ലിന്റെ ഇടയിൽ, അതിന്റെ മുകളിൽ ഒരു പിരിയും കൊടുക്കണം, കണ്ണും കൊടുക്കണം. പിന്നെ വായിക്കും പരിധിക്കപ്പുറത്തുള്ള സൈഡിലൊന്നും വായ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, മൂക്കിന്റെ നേരെ താഴ്ത്തി വെക്കണം. ഇതൊക്കെ വെച്ചിട്ട് ഈ കണ്ട മനുഷ്യന്മാരെ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇത് ദുനിയാവിലെ ഒരു ആർട്ടിസ്റ്റിനും എന്ത് ചെയ്യില്ല. ആർട്ടിസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് വരക്കും. പക്ഷെ ആർട്ടിസ്റ്റിന്റെ ഒരു 100 പേപ്പർ എടുത്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വരക്കി പറഞ്ഞാൽ അയാൾ വരക്കുമ്പോൾ പിന്നെ ഒക്കെ എന്തായിട്ടുണ്ടാവും? കുറെയൊക്കെ ഒരേ മൈൻഡ്. അല്ലാഹു തആല ഈ കണ്ട മനുഷ്യ ഇന്തോനേഷ്യൻസിന് ഒരു വേറെ ടൈപ്പാണ്. കണ്ടാലൊക്കെ എന്ത് മൈൻഡ് ഉണ്ടാവും? ഒരേ മൈൻഡ് ഉണ്ടാവും. പക്ഷെ ഒരൊക്കെ വേറെയാണെന്നുള്ളത് ഓൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? ഞമ്മക്ക കാണുമ്പോൾ എന്ത് തോന്നുക? ഇതൊക്കെ ഒരേ മൈൻഡ് ഉണ്ടല്ലോ എന്ന്. ഓൾക്ക് അങ്ങനെ ഒരേ മൈൻഡ് ഒന്നുമില്ല അല്ലേ? എത്ര ഐറ്റംസിന് ഉണ്ടാക്കണം. ഈ ആഫ്രിക്കൻസ് ഓരൊക്കെ കണ്ട എല്ലാവരും ഒരേ മാതിരി തോന്നും നമുക്ക്. പക്ഷെ എല്ലാവരും ഒരേ മാതിരി അല്ലല്ലോ. കളറൊക്കെ കറുത്ത ഒരു ഇതുണ്ടെങ്കിൽ അതുണ്ടാവും. അങ്ങനെ എല്ലാവരും കളർമേല് വ്യത്യാസം തിരിച്ചറിയില്ല. പക്ഷെ അല്ലാഹു തആല എല്ലാവർക്കും വ്യത്യാസം ഉണ്ടായി. ഇത്ര 1 ഇഞ്ച് സ്ഥലത്താണ് ഈ ഫിംഗർ പ്രിന്റ് ഉള്ളത്, തമ്പ്. അത് എത്ര മനുഷ്യർക്ക് മാറ്റണം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ കണ്ട മനുഷ്യന്മാരതൊക്കെ വേറല്ലേ? അത് വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. എങ്ങനെ വരച്ചാലും അവസാനം എന്താവും? എല്ലായിടത്തും ഒരേ പോലെ ആവില്ല. പക്ഷെ ഇല്ല, അന്ന് മുതൽ തുടങ്ങി. പിന്നെ പഴയത് കടെടുക്കണമെന്നില്ല. ആരുമായി അള്ളാഹു കടന്നെടുക്കില്ല. അത് പിന്നെ 70 മോഡലുകളാണ്, അല്ലെങ്കിൽ 1940 മോഡലൊക്കെ അസ്തമിച്ചു പോയി. 40 തീർന്നുണ്ടാവില്ല അല്ലെ? 1920 2010 എന്തായിട്ടുണ്ടാവും? സംഗതിയൊക്കെ ഔട്ടടിച്ചില്ലേ? ഇനി അതൊക്കെ എടുക്കുക, ആ കമ്പനി എടുക്കുക, ഒന്നുമില്ല, ഒന്നും എടുക്കൂല. അള്ളാഹു ഒക്കെ പുതിയ ഒന്നും എടുക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹ് ഇത് കൊണ്ടുവരലും ഇതൊക്കെ ഇത് വെച്ചാൽ മതി. ഏത് പഞ്ച് ചെയ്യിപ്പിച്ച എല്ലാവരും ഇങ്ങനെ വരും.
അതുകൊണ്ട് അല്ലാഹു തആലക്ക് ഇത് ഒരുമിച്ച് കൂട്ടുക എന്നുള്ള ഒരു പ്രയാസമുള്ള കാര്യമല്ല, ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഞാൻ എങ്ങനെ ഒരുമിച്ച് കൂട്ടാന്ന് വിചാരിച്ചു, ഒരുമിച്ച് കൂട്ടൂലെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തിരിഞ്ഞൽച്ചാൻ നിൽക്കണ്ടെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവും, മനുഷ്യരിങ്ങനെ ചിന്തിക്കും അതൊന്നും നടക്കലുണ്ടാവില്ല. ഈ മൗലവിമാരെന്ത് ചെയ്യാണ്, വെറുതെ പറഞ്ഞുണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിങ്ങനെ നടക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് അശ്റുൻ അലൈന യസീർ, അത് നമ്മളെ മേൽ വളരെ ലഘുവായ കാര്യമാണ്, അതിന് വലിയ ഇടങ്ങേറൊന്നുമില്ല, വേഗം കൊണ്ടുവരുന്നു. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ, നഹ്നു അഅലമു ബിമാ യഖൂലൂൻ, അവർ പറയുന്നതിനെ നാം നന്നായി അറിയുന്നുണ്ട്. എന്നുവെച്ചാൽ മക്ക മുശ്രിക്കീങ്ങളോട് രണ്ടാമതൊരു ജീവിതം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓരെന്താക്കില്ല, ഒരു സമ്മതിക്കില്ല, അവർക്ക് സമ്മതിക്കാൻ കഴിയില്ല. ഇത് ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ മണ്ണായി അലിഞ്ഞു ചേർന്ന് പോവാൻ, കുറച്ചു കാലം കഴിഞ്ഞ് മാന്തി നോക്കിയാൽ ഒന്നും കാണാനില്ല. ആ കോലത്തിൽ അലിഞ്ഞു ചേർന്നതിനെ രണ്ടാമത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്ഭുതകരമായി തോന്നും. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഇതിന് നിഷേധിച്ചുകൊണ്ടിരിക്കും. ആസിം ഇബ്നു വായിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഒരു ശത്രു, ആസിം ഇബ്നു വായിൽ. അയാൾ ഒരു ഒട്ടകത്തിന്റെ പഴയ നുരുമ്പി എല്ലാം ഇടുന്നോ കിട്ടിയിട്ട് ആ എല്ലുമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു, ഈ എല്ല് നുരുമ്പിപ്പോയതിന് ശേഷം ഇതിങ്ങനെ പാറാണ്, ഇങ്ങനെ പൊടിച്ചാ പൊടി എന്നിട്ട് പാറും, ഈ എല്ലിൽ ഇനി രണ്ടാമത് ഉണ്ടാക്കുന്നതാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത് അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. യാസീനാണ് ഓതിക്കുളി. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ, എന്താ മനുഷ്യൻ അവൻ കാണുന്നില്ലേ, അന്നാ ഖലഖനാഹു നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നുത്ഫത്തിൻ എന്തെന്ന്, ഇന്ദ്രിയത്തിൽ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ, അവൻ ഇപ്പൊ നമ്മളോട് വ്യക്തമായി തർക്കിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അള്ളാഹ് ആദ്യം അടി കൊടുക്കാണ് പറഞ്ഞാല് ഇപ്പൊ തർക്കിക്കാൻ ഉണ്ടായത് എഴുതുന്ന എനിക്കറിയാവുന്നു, എഴുതുന്ന ബീജത്തിൽ നിന്നാണ് ഉണ്ടായത്. ഒരുത്തന്റെ ഉപമ നമ്മൾ പറഞ്ഞുതരാം. വനസിയ ഖൽഖ, അവൻ സൃഷ്ടിപ്പിനെ എന്താക്കി, മറന്നു കളഞ്ഞു. അവൻ സൃഷ്ടിപ്പിനെ മറന്നു കളഞ്ഞു. വനസിയ ഖൽഖ, അവന്റെ സൃഷ്ടിപ്പ് അവൻ മറന്നു കഴിഞ്ഞു. അതുകൊണ്ടാവും ഈ ദമ്മൊക്കെ അടിക്കുന്നത്. ഖാല, എന്നിട്ട് അവൻ ചോദിക്കാണ് മൻ യുഹീൽ ഇളാമ വഹിയ റമീം, മൻ യുഹീൽ ഇളാമ, എല്ലിനെ ആരാണ് ജീവിപ്പിക്കുക, വഹിയ റമീം, അത് നുരുമ്പിപ്പോയതിന് ശേഷം. ഇതാ നമ്മൾ ഇന്ന് ഓതല്, പക്ഷെ നമുക്ക് അറിയില്ല മാത്രം. ഈ ഭാഗത്തൊന്നും നമുക്ക് ഓർമ്മ തന്നെ ഉണ്ടായില്ല, കാരണം യാസീൻ തീരാനായല്ലോ. നമ്മളൊരു വലിയ ലക്ഷ്യത്തിൽ ഓതുന്ന ഇതാണെന്ത് യാസീൻ. അത് തീർന്നിട്ടാന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ മാതിരിയാണ്, കബറിന്നൊക്കെ കഴിച്ചില്ലാന്ന് പറഞ്ഞ മാതിരിയാണ്. അത് തീർന്നിട്ടല്ലോ. വഹിയ റമീം. എന്നിട്ട് അല്ലാഹു പറയും ഖുൽ, നബിയെ തങ്ങൾ അവരോട് പറയും യുഹീഹല്ലദി അൻശഅഹാ അവ്വല മറ, ആദ്യം ഉണ്ടാക്കിയവനവന് രണ്ടാമത് ഉണ്ടാക്കൽ എന്തില്ല. ആദ്യം അങ്ങനത്തെ ഒരു സാധനം തന്നെയല്ലോ. അംബാസഡർ കാർ എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. പിന്നെ അംബാസഡർ കാർ ഉണ്ടായി, ഇനി രണ്ടാമത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അവിടുത്തെ വർഷാപരം വരെ ഉണ്ടാക്കും. ഇല്ലായിരുന്നല്ലോ. وهو بكل خلق عليم الذي جعل لكم من الشجر യാസീനും അറിയില്ല എങ്ങനെ വരെ നിങ്ങൾക്ക് അന്തമുട്ടിന്റെ മുഖത്ത് നോക്കണം. ഞാൻ വിചാരിക്കുന്നത് വേറെതോ ബൈബിൾ ഓതണമായിരുന്നു. ഓതിക്കോളി, നിങ്ങൾ ഓതി. മറ്റേ ഓത്ത് ഓതിയാലേ കിട്ടുള്ളൂ. ഏത് ആ എക്സ്പ്രസ് ഹൈവേമ കയറിയിട്ട് ഒരു കാല് വെക്കല് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഈ ഏരിയ ഒക്കെ അങ്ങനെയാണ്, കാരണം അത് തീരാൻ പോവല്ലേ. قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر أخضر نارا فإذا أنتم منه توقدون. അല്ലാഹു തആല പറയാണ്, ഇത് ഉണ്ടാക്കലൊന്നും അല്ലാഹുവിന് വലിയ പണിയല്ല. പച്ച മരത്തുനിന്ന് തീ ഉണ്ടാക്കണവനാണ് ആര്? പച്ചന്ന് തീ ഉണ്ടാക്കുക പറഞ്ഞാല് എന്താണ്? തീ കെടുത്തുന്ന സാധനമാണ് എന്ത്? പച്ച. അതിന്ന് എന്തുണ്ടാക്കാണ്? തീ ഉണ്ടാക്കാണ് അല്ലേ? അങ്ങനല്ലേ? മുള, പച്ചമുളൊക്കെ തമ്മിൽ കൂട്ടിയെടുത്തിട്ട് എന്തുണ്ടായിട്ടുണ്ട്? അമേരിക്കക്കാരോട് പോയി ചോദിച്ചു നോക്കി. എമ്മാതിരി തീയാണെന്ന് അറിയാം. ഓരോ സകല ഫ്ലൈറ്റും കൊണ്ടൊന്ന് വലിയ വലിയ ഗ്യാലൻ കണക്കിന് വെള്ളം പറഞ്ഞിട്ട് എന്തായില്ല. ഒതുങ്ങി എപ്പോ തീർന്നു.
തീർന്നോ? ഇപ്പോഴും ബാക്കിണ്ടോ? കൺട്രോളിലാണല്ലേ? ആരെ കൺട്രോൾ? മനസ്സിലായില്ലേ? അപ്പൊ അല്ലാഹു തആല മിനശ്ശജരിൽ അഖ്ളർ, പച്ച മരത്തിന് മിനശ്ശജരിൽ അഖ്ളരി നാറൻ, അതിന് എന്തുണ്ടാക്കാണ്? ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ, അത് നിങ്ങൾ എന്ത് ചെയ്യാണ്? കത്തിച്ചുണ്ടാക്കാണ്. തീ കത്തിക്കാനൊക്കെ പഴയ കാലത്ത് മറ്റെന്തുണ്ടാവില്ല, ലൈറ്റർ ഇല്ല, തീപ്പെട്ടില്ല, ഒന്നുമില്ല. കാടുകളിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ അന്ന് എന്ത് ചെയ്യലാണ്? ഈ മരത്തിന്റെ കൊമ്പുണ്ട്, ആ അടിപൊളി വരുത്തിയാൽ എന്താവും? തീ കത്തും. അത് ആൾക്കാർക്കറിയാം. ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് അപ്പം ചുരുട്ടിട്ട് മുറിവുള്ള കൊടുത്തിടണമെന്ന് പറഞ്ഞാൽ ഓൾക്ക് അറിയോ? നമ്മളെ കാലത്തുള്ള കുട്ടികൾക്കൊക്കെ എന്തറിയാം? നിങ്ങളെന്താ ഒന്നും പറയാത്ത? ഒരു സാധനമില്ല, സാധനം മനസ്സിലായില്ലെങ്കിൽ ഒരു പച്ച നമ്മൾ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് അതിന്റെ നീരിങ്ങനെ ഒട്ടിക്കലല്ലേ? പക്ഷെ ഇപ്പോഴുള്ള കുട്ടിയൊക്കെ അറിയില്ല. അറിയോ? ഇപ്പൊ അപ്പല്ല എന്നാണ് ഇപ്പം പറഞ്ഞത്. അപ്പൊ എന്തായാലും ഉണ്ടാവില്ല, കുട്ടിയൊക്കെ അറിയില്ല. ഞാൻ ഇപ്പൊ നേരം ഇങ്ങനെ ഒരു കുട്ടിന്റെ കാലിന്റെ ഇവിടെ ഇങ്ങനെ തള്ളവരല് മേലെ ഒരു മുടിയുണ്ട്. അപ്പൊ നേരെ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് കണ്ടിട്ട് കുറേ കാലമായി. മുമ്പൊക്കെ നമ്മളെ കാലത്ത് 2 തള്ളവരലിലും മുട്ടിനും ഫുള്ളെന്താണ് അല്ല, എനിക്ക് ഓർമ്മയില്ലേ? ഫുള്ള് മുറിയിക്കും. കാരണം ഒന്നോട് ഉണങ്ങി വരുമ്പത്തിനും മുട്ടുകാല് ഫുള്ളും എന്തേക്കും 2 മുട്ടുമേലും വീണിട്ട് മുറിണ്ടാവും. ഇപ്പോഴുള്ള കുട്ടികളുടെ ഒറ്റൊന്നിനും ഒരു അടയാളം കൂടി ഉണ്ടാവില്ല. കാരണം എന്താ പറഞ്ഞാൽ ഒന്നും എന്ത് ചെയ്യില്ല. ഇപ്പൊ എല്ലാത്തിനും കണ്ണിനാണ് പണി. കണ്ണ് കാണൽ കമ്മിയാണ്. ചിലരുടെ കണ്ണൊക്കെ എങ്ങനെ കഴിക്കും. കാരണം 24 മണിക്കൂർ ഈ ഗെയിമും ഈ കണാപ്പും കളിക്കാണ്. അതുകൊണ്ട് കണ്ണ് കേടാണ്. അതുകൊണ്ട് ഈ വെള്ളം ഈ ഇതാക്കുന്നതൊന്നും ആർക്കറിയില്ല. ഇപ്പോഴുള്ള കുട്ടികൾക്കറിയില്ല. ഇതേപോലെ തന്നെയാണ് നമുക്കിപ്പോ ഈ മരത്തിന്റെ കൊമ്പരതി കത്തിക്കാൻ നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ മുൻഗാമികൾക്കറിയുന്നു. ചേരിപ്പൊളിയിൽ തീ കൊണ്ടുപോയിട്ട് എന്താക്കിയിരുന്നേ? എന്താക്കല്ലേ? ഊതി കത്തിക്കലിനെ അതൊക്കെ അറിയുന്ന കുറെ ആൾക്കാർ ഇതിലുണ്ടാവും അല്ലെ? അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേരിപ്പൊളിയിലൊക്കെ തീ കണലുണ്ടെന്നിട്ട് ഊതി കത്തിക്കാൻ അന്ന് ഇപ്പത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഒരു സാധനം ടക്ക് എന്ന് പറഞ്ഞാൽ അടിച്ചാല് ഇങ്ങനെ തിരിച്ചാൽ തന്നെ എന്താണ്? കത്തുക. മിനശ്ശജരിൽ അഖ്ളരി നാറൻ ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ. പച്ച മരത്തിൽ നിന്ന് തീ ഉണ്ടാക്കാൻ കഴിവുള്ളവന് പിന്നെ ഈ ഉണ്ടാക്കിയ മനുഷ്യനെ രണ്ടാമത് ഉണ്ടാക്കാൻ പ്രയാസം. രാമർ പിള്ളന്റെ പെട്രോളൊക്കെ വരാണ്ടെങ്കിൽ അറിയില്ല നിങ്ങൾക്ക്. ഈ രാമർ പിള്ള പച്ചയിൽ നിന്ന് പെട്രോൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? നാളൊന്നും അറിയില്ല. തമിഴ്നാട്ടിലെ ചങ്ങായി ഉണ്ടാവാം. കാരണം എന്താ പറഞ്ഞാല് പെട്രോള് തീന്റെ ഗണത്തിൽപ്പെട്ടതാണ്. അല്ലാഹു അക്ബർ. മിനശ്ശജരിൽ അഖ്ളരി നാറൻ ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ. പിന്നെ അവലൈസല്ലദി ഖലഖസ് സമാവാതി വൽ അർള് വഹുവ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും. അവലൈസല്ലദി ഖലഖസ് സമാവാതി വൽ അർള് ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും. ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹ്ക്ക് ഇനിയിപ്പോ ഈ മനുഷ്യരെ രണ്ടാമത് കൊണ്ടുവരിക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്ന് അള്ളാഹു പറയാൻ. ഇതൊക്കെ ഉണ്ടാക്കിയതാണ്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ. എല്ലാം അവന്റെ കയ്യിലാണല്ലോ. അവൻ പരിശുദ്ധവാനാണ്. വഇലൈഹി തുർജഊൻ. എല്ലാവരെയും അവനിലേക്ക് എന്ത് ചെയ്യും? മടക്കപ്പെടും. അതാണ് പറയുന്നത്. അവൻ സത്യത്തിൽ അള്ളാഹ്ക്ക് രണ്ടാമത് പുനരുദ്ധാരണം നടത്തുക എന്നുള്ള ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. എല്ലാവരെയും അള്ളാഹു എന്ത് ചെയ്യും? മഹ്ശറയിൽ കൊണ്ടുവരും. മഹ്ശറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം. ആ മൈതാനത്ത് എല്ലാവരും അള്ളാഹു കൊണ്ടുവരും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ദാലിക ഹശ്റുൻ അലൈനാ യസീർ നഹ്നു അഅലമു ബിമാ യഖൂലൂൻ. അവർ പറഞ്ഞതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അവരതിനെങ്ങനെ അനുസരിച്ചുകൊണ്ടിരിക്കും. വമാ അൻത അലൈഹിം ബിജബ്ബാർ. വമാ അൻത അലൈഹിം. അവരുടെ മേൽ തങ്ങളല്ല ബിജബ്ബാർ, ഒരു സ്വേച്ഛാധിപതിയല്ല. എന്ന് വെച്ചാൽ അവരുടെ മേൽ നിർബന്ധിച്ചിട്ട് അവരെ വിശ്വസിപ്പിക്കാന്നുള്ള പണിയൊന്നും ആരെമേലും ഏൽപ്പിച്ചിട്ടില്ല. ആരെമേലും ഏൽപ്പിച്ചിട്ടില്ല. നബിതങ്ങൾ ശാസനങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. നബിമാരൊരിക്കലും ആളുകളെ അനുസരിപ്പിക്കുക എന്നുള്ള പണി എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ ദായികളെ ഏൽപ്പിച്ചിട്ടില്ല. ആകെ ചെയ്യാൻ പറഞ്ഞ പണി എന്താ ഉള്ളൂ? ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അനുസരിക്കണവരനുസരിക്കും, അല്ലാത്തവര് അതിന്റെ പേരിൽ എന്താക്കേണ്ട ആവശ്യമില്ല. എത്ര പറഞ്ഞിട്ട് മോനെ അനുസരിക്കില്ല ഒരു വാപ്പ അടങ്ങാറാന്റെ ആവശ്യമൊന്നുമില്ല.
ഒരു ഉമ്മ ഇടങ്ങേറാണ്ട് വെച്ചൊന്നുമില്ല. അതൊക്കെ അതിൻ്റെതായ നിലപാടുകളും തീരുമാനങ്ങളിലൂടെ പോകും. ഇവരോട് ചോദിക്കൽ എന്താ പറഞ്ഞാൽ, നീ ആ കാര്യം പറഞ്ഞിരുന്നോ എന്നാണ് ചോദിക്കുക, ഉപദേശിച്ചിരുന്നോ എന്നാണ് ചോദിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് അവരെ നിർബന്ധിച്ച് അവരെ അധികാരം ഉപയോഗിച്ച് അവരെ വിശ്വസിപ്പിക്കാന്നുള്ള പണിയൊന്നും ആർക്കില്ല. നബിതങ്ങൾക്കൊക്കെ ഇല്ലെങ്കിൽ പിന്നെ തങ്ങൾ ഉമ്മത്തിയേക്കും ഇല്ലല്ലോ. വമാ അലൈനാ ഇല്ലൽ ബലാഉൽ മുബീൻ, വ്യക്തമായ ഒരു ഒരു ബോധനം, ഒരു പ്രബോധനമല്ലാതെ വേറൊന്നും നമ്മളെ മേലില്ല. എല്ലാ നബിമാരും പറഞ്ഞ വാക്കാതാണ്. നമ്മൾ ആ കാര്യങ്ങൾ പറയാം, അനുസരിക്കണവരനുസരിക്കാം. പിന്നെ വിമർശനം അതെന്നുണ്ടാവും. അതാണ് പിന്നെ അഅലം ബിമാ യഖൂലൂൻ. വിമർശിക്കുന്ന ആള് വിമർശിക്കണതിന്റെ പേരിൽ നമ്മൾ നമ്മളെ പണി നിർത്തണ്ടെന്നാണ്. ആളുകളൊക്കെ നിർത്താനുള്ള കാര്യം എത്ര പറഞ്ഞു. ആൾക്കാരൊക്കെ നമ്മളെ ചീത്തരയിൽ തുടങ്ങിയെന്നൊക്കെ പറയും. അത് ആൾക്കാരങ്ങനെ പറഞ്ഞോണ്ടിരിക്കൂലേ. ആൾക്കാരെന്ത് നല്ലതും പറയും, ചീത്ത സാധാരണ നമ്മളെ മലയാളത്തിൽ പറയില്ലല്ലോ. ഉമ്മാനടിച്ചാലും എന്തുണ്ടാവും, രണ്ട് ടൈപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞ തന്നെ. ഉമ്മാനടിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇമ്മാനടിക്കുക എന്ന് പറഞ്ഞാലും ലോകത്തെ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഒറ്റ അഭിപ്രായം ഉമ്മാനടിക്കാൻ പാടില്ല. പക്ഷെ അതിലും എന്തുണ്ടാവും, അതള്ളക്ക് എന്നോ കൊടുക്കണം, ആ ചെക്കനായിട്ട് എപ്പോഴും കൊടുത്ത് എന്നോ കൊടുക്കണ്ടേ എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? അത് മനുഷ്യരാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വല്ലാഹു അഅലമു നഹ്നു അഅലം ബിമാ യഖൂലൂൻ. അവർ പറഞ്ഞതിനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. വമാ അൻത അലൈഹിം ബിജബ്ബാർ. ഇത് ദായിക്കുള്ള എന്താണ്, ആ ദായിനെ അല്ലാഹു സമാസിപ്പിക്കാണ്. നിന്റെ നാട്ടുകാരൊക്കെ അങ്ങനെ പറയും ഇങ്ങനെ പറയും, അതൊന്നും കേട്ടിട്ട് ഇജ്ജ് എന്താവണ്ട, ഇജ്ജാകെ ഈ പണി നിർത്തണ്ട. ഇത് അങ്ങനെ തന്നെയാണ്. നല്ല പറഞ്ഞാലും ആൾക്കാർ പറയും എന്ത് പറയില്ല, ആ ചങ്ങായി നല്ലൽക്ക് കള്ളുടിച്ച് ഇങ്ങനെ അടക്കുകയും എന്നൊക്കെ പറയും ആൾക്കാരറിയും. ആൾക്കാരങ്ങനെ പറയും, എങ്ങനെ പറയും. അങ്ങനെ ഒന്ന് കള്ളുടനക്കായിട്ട് അങ്ങനെ പോയാലും ഓൻ മരിച്ചാൽ എന്താ വരുന്നത്, രക്ഷപ്പെടുക്കാരോ നമ്മളെ പാർട്ടിക്കാരനാണ്. ഇപ്പൊ ആകെ പോയവന്റെ വിശ്വാസമൊക്കെ പോ താജൂസ് കെച്ചിട്ട് എന്താ കാര്യം, എന്താ മനസ്സിലായില്ലേ? ഓന്റെ അക്കീതൊക്കെ ആകെ പേച്ചി മനസ്സിലായില്ലേ? മനസ്സിലായില്ല. കള്ളുടിയാവുമ്പോ അക്കീത റായത്തിലാണല്ലേ. കഞ്ചാവുകാരനാവുമ്പോഴും തെമ്മാടിയാവുമ്പോഴൊക്കെ അക്കീദ റായത്തിലുള്ളത്. പിന്നെ ഒരു 3 ദിവസം 10 ദിവസമൊക്കെ പോയി ജമാഅത്തിലൊക്കെ പോയി കത്തിയായിട്ട് 5 സ്കെച്ചിൽ ഖുർആൻ ഓതല്, പിന്നെ തഹജ്ജുദൊക്കെ തുടങ്ങിയ ഓന്റെ അക്കീദ പോയി ഓഞ്ഞിപ്പോ എത്ര ചെയ്തിട്ടൊന്നുമില്ല. ഉണ്ടോ ഇല്ലേ പോയി? മനസ്സിലായി? അത് എന്തായാലും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടൊരു ദായി ആളുകൾ ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. വമാ അൻത അലൈഹിം ബിജബ്ബാർ. ഓരെ നിർബന്ധിച്ചു കൊണ്ടുവരുന്ന പണി ആയിരിക്കില്ല. നബി അങ്ങനെ ഏൽപ്പിച്ചില്ല. അങ്ങനെ സ്വാച്ഛാധിപതിയൊന്നല്ല. അതിന്റെ ജബരിയത്ത്, അതിന്റെ കടുപ്പമുള്ള നടപടിയൊക്കെ എടുത്തിട്ട് അനുസരിച്ചില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് ആ പണിയൊന്നും ആരും ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങളങ്ങനെ പറഞ്ഞോണ്ടിരുന്നോളി. അവിടെ എല്ലാ കാലഘട്ടത്തിലും ദായിനെ ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കും. നല്ലത് പറഞ്ഞാൽ എല്ലാവരും പ്രശ്നം ഉണ്ടാവും. നല്ലത് പറഞ്ഞില്ല ഒരു കുഴപ്പമില്ല. ആൾക്കാരൊന്നും പറയില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ നന്മ ചെയ്താൽ ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നന്മ ചെയ്താൽ ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഉറപ്പാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് ഫലാ യഹ്സുൻക ഖൗലുഹും. പിന്നെ ാണിത് ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന. ഒരു ഒഴുക്കാണ്. അതിൽ കിട്ടിയ കിട്ടി. മനസ്സിലായില്ലേ? ഞാൻ എന്തിനാ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നറിയോ? ഈ യാസീൻ നിങ്ങളൊന്ന് കാര്യം പഠിക്കും. യാസീൻ ഖൽബുൽ ഖുർആനാണ്. ഖുർആന്റെ എന്താണ്? ഹൃദയമാണ്, ഹാർട്ടാണ്. അത് മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. അത് എന്നും ഓതാൻ പറഞ്ഞാൽ ഒരു മനുഷ്യന് നന്നാവാൻ അതന്നെ ഓതിയാൽ മതി. ഒരു മനുഷ്യന് നന്നാവാൻ അത് ഓതിയാൽ മതി. ഈ ഡെയിലി ഓതാൻ പറഞ്ഞ സൂറത്തിലൊക്കെ കാമ്പ് പെരുങ്കാമ്പാണ്. എന്നുവെച്ചാൽ ചിന്തിക്കാൻ ഓർമ്മയില്ല. പക്ഷെ നമ്മൾ പഠിക്കൂല. യാസീന് മര്യാദയ്ക്ക് ഓതാൻ തന്നെ നമ്മൾ പഠിക്കണം. നമ്മൾ ഹൈ സ്പീഡ് തീർത്ത് കടമ നിർവഹിച്ച് വിടുകയാണ്. ഫലാ യഹ്സുൻക ഖൗലുഹും. നബിയെ, അവരുടെ വാക്ക് തങ്ങളെ എന്താക്കണ്ട, വിഷമിപ്പിക്കേണ്ട നബിയെ. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവർ രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന കാര്യമൊക്കെ ആർക്കറിയാം? നമുക്കറിയാം. നിങ്ങൾ ബേജാറൊന്നാണ്ടോ, ഒരു പലതും പറയും. അതാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥതാണ്. അമ്മാരെ പറച്ചിലൊന്നും കേട്ടിട്ട് തങ്ങൾ ഈ പ്രബോധനത്തിന്റെ വഴിയിൽ എന്ത് ചെയ്യണ്ട. അതുകൊണ്ട് നമ്മളും ദീനിന്റെ പരിശ്രമം ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ പറയും. നൂഹ് നബിനെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്.
കളിയാക്കി എന്നുള്ളതിന്റെ ഒരു കളിയാക്കൽ ഖുർആൻ പറയുന്നുണ്ട്. ഇൻ തസ്ഖറൂ മിന്ന ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. നിങ്ങൾ ഇന്ന കളിയാക്കല്ലേ, ഇന്ന കളിയാക്കാൻ പിന്നെ ഞാനും എന്ത് ചെയ്യേണ്ടി വരും? അതൊക്കെ പരിധി വിട്ടിട്ട് ആര് പറയാണ്? നൂഹ് അലൈഹിസ്സലാം പറയണേ, നിങ്ങൾ കളിയാക്കല്ലേ, നിങ്ങൾ അങ്ങനെ കളിയാക്കുകയാണെങ്കിൽ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ, നിങ്ങൾ ഇന്ന കളിയാക്കണ പോലെ ഞങ്ങൾ എന്ത് ചെയ്യും? അതൊക്കെ അവസാനത്തെ വാക്കാണ്. ആക്കെ കഴിഞ്ഞിട്ടാ മറ്റേ ദുആ നടന്നത്. ഏത് ഒരൊറ്റ നിന്നെ ഭൂമിന്റെ തൊലിപ്പുറത്ത് ബാക്കിയൊക്കെ. അപ്പൊ നബിമാരെ ആളുകൾ പരിഹസിക്കും, ആളുകൾ കളിയാക്കും. നൂഹ് നബിനെ കളിയാക്കിണ്ടോ, എന്റെ മോനെ നന്നാക്കുന്നൊക്കെ പറയുണ്ടാവും. ലൂത്ത് നബിനോട് ഭാര്യ നന്നാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഭാര്യ നന്നായില്ലായിരിച്ചിട്ട് ദഅവത്ത് ചെയ്യേണ്ടതിന് അർത്ഥമല്ലോ. ഒരാളെ മോനെ അള്ളാഹ് ആകട്ടെ മോനെ എന്തെങ്കിലും വഴികേടിലായി പോയി എന്ന് വിചാരിച്ചിട്ട് വാപ്പക്ക് ദഅവത്ത് ചെയ്യേണ്ടെന്നൊന്നും അർത്ഥമില്ല വഴി. അതുകൊണ്ടാണ് പറഞ്ഞത് ഒമാൻ അലൈഹി ജബ്ബാർ, മോനെ നന്നാക്കുക എന്നുള്ള പണി ആരെയിലില്ല വഴി. നബിന്റെ പേരിലില്ല. നൂഹ് നബിക്ക് അങ്ങനെ നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഭാര്യനെ നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല. ലൂത്ത് അലൈഹി ഇസ്ലാമിന് ഭാര്യനെ നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല. നബി തങ്ങൾക്ക് എളാപ്പനെ നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ഇവരൊക്കെ മോശക്കാരാന്നാ? നൗസുബില്ല. അതുകൊണ്ട് ഒരു ദായിക്കൊന്നും ഈ സാധനം ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഒരു ദായി ഒരിക്കലും ഇതിലൊന്നും കുടുങ്ങേണ്ടതല്ല. ദായി പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അതുകൊണ്ട് ആൾക്കാരെന്ത് പറഞ്ഞാൽ അതൊരു വിഷയമുള്ള കേസല്ല. ദായി അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. ആരും പള്ളിക്കൊന്നും ഇല്ലായിരുന്നു വാങ്ങി കൊടുക്കാക്കോ മോദിൻ. ഓരോ വക്താവുമ്പോൾ പിന്നെയും വിളിക്കും. ആരെങ്കിലും ചൂടാവേ, ചങ്ങായി ദൂറിന് വിളിച്ച് ആരും വന്നില്ല, അസന് വിളിച്ച് ആരും വന്നില്ല, മരുന്ന് വിളിച്ച് ആരും വന്നില്ല, ഇന്നലെ മിഞ്ഞാന്നൊക്കെ വിളിച്ചില്ല ആരും വന്നില്ല, ഉണ്ടാക്കുന്ന ആരും പറയാം ഇല്ല. ദായി വാങ്ങി കൊടുക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണ്. അത് ദായിയാണ്. അത് ആള് വന്നാലും വന്നില്ലല്ലോ വിളിച്ചോണ്ടിരിക്കും. അതേപോലെ തന്നെ ദാവത്ത് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. മക്കളനുസരിച്ചില്ല അയ്യാച്ചിട്ട് വാപ്പ ദായാവണ്ട, അല്ലെ വാപ്പ അനുസരണക്കേടിൽ അയ്യാച്ച് മോൻ ദാവത്ത് ചെയ്യണ്ട, ഭാര്യ അനുസരണക്കേടിലായി പോയി അയ്യാച്ചാൽ ദാവത്ത് ചെയ്യണ്ട. ആൾക്കാർ ദീന്റെ ശത്രുക്കളെന്നും എന്റെ ഭാര്യ നന്നാക്കുക, എന്റെ ഭാര്യ ഒന്നും ഇങ്ങനെ ആയില്ലേ, എന്റെ മോൻ അങ്ങനെ ആയില്ലേ, ഇവൻ ഇങ്ങനെ ആയില്ലേ, അവരങ്ങനെ ആയില്ലേ, ഇവന്റെ ഇതൊന്നും ആവണ്ട, എന്റെ പേര നന്നാക്കുക. അതൊക്കെ എല്ലാ കാലത്തും എല്ലാവരോടും പറയുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് നഹ്നു അഅലമു ബിമാ യഖൂലൂൻ. അവര് പറഞ്ഞതൊക്കെ നമുക്ക് കറക്റ്റ് അറിയാം. വമാ അൻത അലൈഹിം ബിജബ്ബാർ, നബിയെ അങ്ങ് അവരുടെ മേൽ എന്തല്ല ഒരു സ്വേച്ഛാധിപതിയല്ല. അവന്റെ അടക്കി ഭരിച്ച് അവരെ നന്നാക്കി കൊണ്ടുവരാന്നുള്ള പണിയൊന്നുമില്ല. എല്ലാ നബിമാരുടെയും ഉത്തരവാദിത്തം എന്താണ്? ദഅവത്ത് ചെയ്യാന്നുള്ളതാണ്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. എവിടെ ഉള്ളാണല്ലോ, എവിടെ യാസീൽ തന്നെ. മാഷാ അല്ലാഹ്, ഔ യാസീൽ തന്നെയുള്ളത്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. വ്യക്തമായ പ്രബോധനല്ലാതെ വേറൊന്നും നബിയെ തങ്ങളുടെ മേലില്ല. ഞങ്ങൾ ആ പണി എടുത്താൽ മതി. ആൾക്കാർ പറഞ്ഞൊന്നും എന്ത് ചെയ്യണ്ട, നോക്കണ്ട. ഇന്ന് ആൾക്കാരങ്ങനെ എന്താ പിന്നെ ഞാൻ ആൾക്കാരോട് പറയാ, എന്റെ മോൻ അങ്ങനെ ആയ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓം വലിയാണ്. സത്യത്തിൽ ദാവത്ത് ചെയ്യുന്ന എന്തിനാണ് പറഞ്ഞാൽ ഊർക്ക് വേണ്ടിയിട്ടല്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വന്തത്തിന് വേണ്ടിയിട്ടാണ്. സ്വന്തം ഇങ്ങനെ ഓടാൻ വേണ്ടിയിട്ടാണ്. സൈക്കിള് ചവിട്ടുന്നതിനനുസരിച്ച് ലൈറ്റ് ഉണ്ടാവുള്ളൂ അല്ലെ? പഴയ കാലത്ത് ഡൈനാമോ സിസ്റ്റം അതല്ലേ, ചവിട്ടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? അത് നല്ല സ്പീഡ് ചവിട്ടാണ്, നല്ല ലൈറ്റ് ഉണ്ടാവും. നിർത്തിയാലോ ഡൈനാമോ അവിടെ ഉണ്ടാവും, പക്ഷേ ലൈറ്റ് ഉണ്ടാവില്ല എന്നേ. ഇതേമാതിരി ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈമാനിൽ ഒളിച്ചങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. സ്വന്തം ഇബാദത്തിന് താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് ദാവത്ത് നിർത്താൻ പറ്റില്ല. ബാങ്ക് നിർത്താൻ പറ്റാത്തതുപോലെ ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരോടും പറഞ്ഞോണ്ടിരിക്കുക. എന്റെ പേരെന്താണ്, എന്റെ മോനെന്താണ്, എന്റെ ഭാര്യ എന്താണ്, എന്റെ മക്കളെന്താണ്, അത് വേറെ കാര്യം. കാരണം അതൊന്നും ഇയാളെ മേലെന്തല്ല. ആരുടെ മേലും അങ്ങനത്തെ ഒരു അധികാരം ആരേൽപ്പിച്ചിട്ടില്ല. നബിമാരി ഏൽപ്പിച്ചിട്ടില്ല. നിർബന്ധിച്ച് ഒരങ്ങനെ അനുസരിപ്പിക്കണം എന്നൊന്നും ആർക്കും കഴിയില്ല. അതാർക്ക് മാത്രമേ കഴിയുള്ളൂ? അത് അല്ലാഹുക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ദായി ആ ദാവത്തിന്റെ പണി എടുത്തുകൊണ്ടേയിരിക്കണം. ഫദക്കിർ ബിൽ ഖുർആൻ മൻ യഖാഫു വഈദ്. ഇത് നമ്മൾ നോക്കണം. ഫദക്കിർ ബിൽ ഖുർആൻ, അതിന്റെ അർത്ഥം എന്താ? ഖുർആൻ കൊണ്ട് ഉപദേശിക്കാൻ. മനസ്സിലായില്ല? ഒന്നുകൂടി പഠിച്ചോളൂ. ഫദക്കിർ, തങ്ങൾ ഓർമ്മപ്പെടുത്തുക, ഉപദേശിക്കുക. ബിൽ ഖുർആൻ. ദാവത്ത് എന്തുകൊണ്ടാ ചെയ്യേണ്ടത്? ഖുർആൻ കൊണ്ടാ ദാവത്ത് ചെയ്യേണ്ടത്.
ഖുർആൻ കൊണ്ടാ ദഅവത്ത് ചെയ്യണം. യാസീനും കൂടി ആയിട്ടില്ല നമ്മൾ ടോപ്പ് തായികളാ. മനസ്സിലായില്ല നിങ്ങൾക്ക്? മനസ്സിലായില്ല. ബല്ലിഗു അന്നി വലൗ ഹദീസ് എന്നുള്ളത് അങ്ങനെയുള്ളത് ഹദീസല്ല, ആയത്താണ് ദഅവത്തിന് ഉപയോഗിക്കാൻ പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും പിന്നെ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാൻ. ആയത്തുകൾ ഓതുമ്പോൾ എന്ത് കൂടും? ഈമാൻ കൂടും. യത്ലു അലൈഹിം ആയാതുഹു വയസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. നബിമാർ അയച്ചത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഖുർആൻ പഠിക്കണ്ടെന്ന് പറയാം. എങ്ങനെ ഉണ്ടാകുക? ഫദക്കിർ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഉപദേശിക്കും. ശരിക്കുള്ള ദഅവത്ത് തന്നെ എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ചില ഉലമാക്കൾ പറഞ്ഞിട്ട് എല്ലാവരും ദായികളാണ്, ഖുർആൻ അറിയാത്തവനും ദഅവത്ത് ചെയ്യണം. ഖുർആൻ അറിയാത്തവൻ ദഅവത്ത് ചെയ്യേണ്ട എടുക്കാൻ അറിയോ? എടുക്കാം. ഖുർആൻ അറിയുന്ന ആളെടുത്തിട്ട് മനസ്സിലായില്ല. ഭയ ഹോട്ടലിലുള്ള ആളിങ്ങനെ വിളിക്കാൻ നിൽക്കില്ലേ? എവിടെ? ഓൻ ചോറൊന്നും കൊടുക്കില്ല, ഓന്റെ അടുത്ത് ഓർഡറും കൊടുക്കില്ല കേട്ടോ. ഓനെന്താ പരിപാടി? ഓൻ ഔത്തൊക്കെ ആക്കിയിട്ട് അവിടെ കൊടുത്താൽ അവിടെ എന്ത് ചെയ്തോളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഖുർആൻ അറിയാത്തവർ ചെയ്യുന്ന പണി ഇതാണ് എന്നാണ് ഉലമാക്കൾ പറഞ്ഞത്. ഏത്? ആ പുറത്തു നിന്നിട്ട് ഓൻ നിൽക്കണം, എന്നാലേ ഇവിടെ ഒരു ഹോട്ടലിൽ നിന്നുള്ള കാര്യം. എന്താ നിങ്ങൾ പറയാത്തത്? ഒരു ഹോട്ടലിൽ നിന്ന് അപ്പൊ നമ്മള് വിചാരിക്കും, ഓൻ വിചാരിക്കരുത് മെയിൻ ഓർഡർ എടുക്കുന്ന ആൾ ഞാനാണ്. ഓൻ ഓർഡർ എടുക്കാം. എന്താ പറഞ്ഞാ ആ ഓടക്കട വെച്ചിട്ട് അകത്ത് വെച്ച് അതൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാ? നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. ഇത് മനസ്സിലാണെങ്കിലും കുറെ നേരം വേണമെന്നാണ്. അതുകൊണ്ട് ഫദക്കിർ ബിൽ ഖുർആൻ, ഇത് ഞാൻ പറഞ്ഞതല്ല. ആര് പറഞ്ഞതാ? അല്ലാഹ് പറയാൻ ഫദക്കിർ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. കാരണം ഖുർആനാണ് മനുഷ്യനെ എന്താക്കുക. നബിതങ്ങളുടെ ആസനങ്ങളുടെ ദഅവത്ത് എന്തായിരുന്നു? മുസ്തഫ റളിയല്ലാഹു അൻഹു മദീന ചെയ്ത ദഅവത്ത് എന്താണ്? മൂപ്പരങ്ങളുടെ ഓതലാണ്. ഏത്? ഖുർആൻ ഓതു. അപ്പൊ തന്നെ ഓർക്ക് മനസ്സിലാവും. കാരണം ഓർക്ക് ഭാഷ അറിയാം, അവർക്ക് അതിന്റെ സാഹിത്യം വരെ എല്ലാം അറിയാം. അതുകൊണ്ട് ഓരോ മേലും വല്ലാതെ പണിയെടുക്കേണ്ട ആവശ്യം വന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു താഹ സൂറത്ത് വായിച്ചപ്പോ തന്നെ എന്തായി? നമ്മൾ താഹ 110 പ്രാവശ്യം ഓതിയാലും നമുക്കൊന്നും സംഭവിക്കില്ല. കാരണം എന്താ നമുക്കറിയില്ല. അതുകൊണ്ട് ഫദക്കിർ ബിൽ ഖുർആൻ. അതുകൊണ്ട് ദായികൾ എന്ത് പഠിക്കണം? ദായികൾ ഖുർആൻ പഠിക്കണം. ഒരാൾ ദായി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഖുർആൻ കൊണ്ട് ദഅവത്ത് ചെയ്യണം. ഇത് ഖുർആൻ പറയാൻ. കാരണം ഖുർആന്റെ വചനത്തിന് അതിന്റെ പ്രകാശം ഉണ്ടാവുണ്ടാവില്ലേ? എത്ര കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ നാട് പറഞ്ഞാല് അത് വേഗം എന്താവും? അത് ഹൃദയത്തിൽ അതിന്റെ വെളിച്ചെത്തും. ആ ഖുർആന്റെ വചനത്തിന്റെ പ്രത്യേകത തന്നെ. കാരണം അത് തുളച്ചു കയറുന്ന സാധനമാണ്. ചെവിയിൽ വഞ്ഞച്ചോന്റെ ചെവി വരെ എന്ത് ചെയ്തതിന് തുളച്ചു കയറിച്ചിട്ട്. അതുകൊണ്ട് ഫദക്കിർ ബിൽ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ പഠിക്കണം എന്നാണ് ആര് പറഞ്ഞത്? അള്ളാഹു പറഞ്ഞത്. ഫദക്കിർ ബിൽ ഖുർആൻ. ഇതിപ്പോ ഖുർആൻ പഠിക്കാന്നായിരിക്കും നിങ്ങളിപ്പോ സമാധാനപ്പെട്ടിരിക്കണേ. ഇത് ഖുർആൻ പഠിക്കണതിന്റെ കോലാപ്പ ഞങ്ങളോട് എന്ത് ചെയ്തത്? ഇതുവരെ പറഞ്ഞത് സൂറത്ത് ജിന്ന് എടുത്തിട്ടില്ല പറഞ്ഞപ്പോ ഇല്ലാന്നറിയാണ് നിൽക്കുകയാണ്. സൂറത്ത് ജിന്നൊക്കെ എന്നോ കഴിഞ്ഞു. മനസ്സിലായില്ല? കഴിഞ്ഞോ കഴിയാത്തോ ഒരേമാതിരി അയച്ചിട്ടുണ്ട് ആർക്ക്? അതുകൊണ്ട് ഇത് വയലിട്ട് പോവുകയാണെന്നാ ഞാൻ പറയല്. പിന്നെ എന്തെങ്കിലും അൽഹംദുലില്ലാ എന്നുള്ള തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു മൂലക്ക് എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഖുർആൻ ശരിക്കും ഇരുന്ന് പഠിക്കുന്ന വേണം. അതിന്റെ പിന്നാലെ കൂടണം. അതിന്റെ വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും അതിന്റെ വിശദീകരണങ്ങളൊക്കെ അതിനൊരു അരമണിക്കൂറൊക്കെ കൊടുത്ത് അതിന്റെ ബാക്കിൽ കൂടുകയാണെങ്കിൽ ഈ എടുക്കുന്ന വരികൾ നിങ്ങൾ മര്യാദയ്ക്ക് പോലെ പോയിരുന്ന ഒരാഴ്ച മര്യാദയ്ക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ബേസ് ഐഡിയ ഒക്കെ ഉണ്ടാവും. ഇത് കേൾക്കുമ്പോഴേക്കും മനസ്സിലാവും ഇതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഓർമ്മ ഉണ്ടാവും. ഏത് ബോധം ഒന്ന് ഉണർന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഏത് അവലം വേറൽ ഇൻസാൻ വന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ വദറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹീൽ ഇളാമ. അതിപ്പോ എന്താന്നുള്ള സംഗതി നിങ്ങൾക്ക് മനസ്സിലായിനോ? റമീം എന്ന് പറഞ്ഞാൽ നുരുമ്പിയ, ഇളാം എന്ന് പറഞ്ഞാൽ എല്ല്. അപ്പൊ ആസിമിന് വായിൽ കൊണ്ടുവന്ന ആ സംഭവമാണിത് പറയുന്നത് എന്നെങ്കിലും എന്തുണ്ടാവും? വാസീനെ ഓതുമ്പോൾ ഒരു ഓർമ്മ ഉണ്ടായി കിട്ടിയ വലിയ കിട്ടല്. അതുകൊണ്ട് ഖുർആൻ പഠിക്കണം. ഫദക്കിർ ബിൽ ഖുർആൻ മൻ യഖാഫു വഈദ്.
മൻ യഖാഫു വഈദ് എന്ന അള്ളാഹുവിന്റെ താക്കീതുകളെ ഭയപ്പെടുന്നവർക്ക് നിങ്ങൾ ഖുർആൻ കൊണ്ട് എന്ത് ചെയ്യും? ഉപദേശിക്കുക. അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? ഭൈ? അള്ളാഹുവിന്റെ താക്കീതിൽ ഭയപ്പെടൽ ആരായിരിക്കും? മുഅ്മിനീങ്ങളായിരിക്കും. അതുകൊണ്ട് ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഇടയിൽ തന്നെ ഖുർആൻ കൊണ്ട് ദഅവത്ത് നടക്കണം. മനസ്സിലായില്ലേ? ഖതാദ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യഖാഫു വഈദക വയർജു മൗഊദക. പടച്ചവനെ, നിന്റെ താക്കീതുകളെ ഭയപ്പെടുന്നവരെ കൂട്ടത്തിൽ എന്നെ ആക്കണേ, നീ വാഗ്ദാനം ചെയ്തതിൽ പ്രതീക്ഷിക്കുന്നവരെ കൂട്ടത്തിലും എന്നെ ആക്കണേ. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. അല്ലാഹുവിന്റെ താക്കീതുകളെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി തങ്ങൾ ഖുർആൻ കൊണ്ട് അവരെ ഉപദേശിക്കും. അതുകൊണ്ട് ഖുർആൻ അത് വലിയ മരുന്നാണ്, ഹൃദയങ്ങളുടെ അഴുക്കുകൾ കളയാനുള്ള മരുന്നാണ്. ശരിക്കും ഖുർആൻ മര്യാദയ്ക്ക് കേട്ടാൽ അത് ജീവിതത്തിൽ അത്ര മാറ്റം ഉണ്ടാവും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടി നരപ്പിച്ചത് എന്താണ്? ഖുർആനാണ്. മനസ്സിലായില്ലേ? സൂറത്ത് ഹൂദും വഅഖ്വാതുഹാ, ഹൂദ് സൂറത്തും അതിന്റെ സഹോദരിമാരും. അതിൽപ്പെട്ട ഒരു സൂറത്താണ് ഖാഫൊക്കെ. മുസമ്മിൽ, ഖാഫ്, അങ്ങനെ പറഞ്ഞ കുറച്ച് സൂറത്തുകളുണ്ട്. ഈ സൂറത്തുകളാണ് നബിതങ്ങൾ ദാസങ്ങൾ എന്താക്കിയത്? നരബാധിപ്പിച്ചത്. നമ്മളെ നരപ്പിച്ചത് എന്താ? നമ്മളെ നരപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ. ലോൺ എടുത്തവനെ ലോൺ നരപ്പിക്കും. പിന്നെ ചിലവർക്ക് വലിയ പേരെടുത്തവർ പേരെ നരപ്പിക്കും. ചിലവർ വലിയ കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓനെ നരപ്പിക്കും. പിന്നെ ദുനിയാവിന്റെ അവസ്ഥകൾ നോക്കി കല്യാണം കഴിപ്പിച്ച പോലെ ഓളും നരപ്പിക്കും. നരപ്പിക്കണയിൽ വലിയ പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ്. പെണ്ണുങ്ങളില്ലാത്തോണ്ട് പറയാൻ അതിനല്ല, ഓരോ നിരപ്പിക്കണയിൽ വലിയ പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് സ്ത്രീകൾ. ഒരു പുതിയാപ്പിളിനെ നിരപ്പിക്കണം എന്ന് വെച്ചാൽ ഉണ്ടോ? കൊടുക്കാൻ മട്ടത്തിന് നിരപ്പിക്കും, നിരക്കും. കാരണം തലക്ക് ചൂട് നല്ല സാധനം ഉള്ളതാണ്. തല ചൂടെടുത്തിട്ട് വയ്യാന്ന വലിയ സാധനമാണ്. കാരണം ഒന്നിന് പിന്നാലെ ഒന്നിങ്ങനെ ടെൻഷനാക്കിയിട്ട് ഇങ്ങനെ മനുഷ്യനെങ്ങനെ നിർത്തുക, ആ ലൈവില് നിർത്തുക. ഉറക്കൊന്നും ഉണ്ടാവൂല, മര്യാദക്ക് കിട്ടൂല. ഒന്നാൽ ആലോചിക്കൽ തന്നെ അതായിരിക്കും. അതുകൊണ്ട് കച്ചവടം നരപ്പിക്കും, ലോണ് നരപ്പിക്കും. ഈ സാധനങ്ങളൊക്കെയാണ് നമ്മളെ നരപ്പിച്ചത്. നബിതങ്ങൾ സാധനങ്ങളെ നരപ്പിച്ചത് എന്തായാലും ഈ സൂറത്തുകൾ എന്ന് വെച്ചാൽ ആഖിറത്തിന്റെ കടുപ്പുള്ള ആ താക്കീതുകൾ കേട്ടിട്ട് തങ്ങൾക്ക് എന്തില്ല? ഉറക്ക് നഷ്ടപ്പെട്ടു പോകാൻ, തലന്റെ ചൂട് പോണില്ല. അങ്ങനെ നബിതങ്ങൾ സാധനങ്ങളെ മുടി നരച്ചത്. ഷയ്യബത്തിന് ഹൂദും വഅഖ്വാതുഹാ, ഹൂദ് സൂറത്തും അതിന്റെ സഹോദരിമാരും അതിനോട് ചേർന്ന് വരുന്ന ബാക്കിയുള്ള സൂറത്തുകൾ അത് എന്റെ മുടി നരപ്പിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞല്ല, നബിതങ്ങൾ പറയാൻ അതുണ്ടാവും, സ്വാഭാവികമാണ്. ആഖിറത്തിന്റെ ഭയാനകരമായ രംഗങ്ങൾ ആലോചിച്ചാൽ പല സഹാബാക്കളും ഉമർ റളിയല്ലാഹു അൻഹു ഏതോ ഒരു ആയത്ത് കേട്ടിട്ട്, സൂറത്ത് ഖാഫിൽ ആയത്താണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്, ഏതോ ഒരു ആയത്ത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ബോധം നഷ്ടപ്പെട്ടു. എത്ര വക്ത് നിസ്കാരം പോയിട്ടുണ്ട്, ഒരായത്ത് കേട്ടേന്, ഒരാഴ്ച കേട്ടേന് നിസ്കാരം കള്ളായി പോയിട്ട് ഒറ്റ ബോധമില്ല. അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ? ഖുർആൻ അത്ര പവറുള്ള സാധനമാണ്. പക്ഷേ ഈ ഖുർആനെ നമ്മൾ ഒരു മെയിൻറ്റും ആക്കില്ല. നമ്മൾ ഈ ഖുർആനുള്ള ഏറ്റവും വലിയ കടമ പറഞ്ഞാൽ ഓതുക എന്ന് മാത്രമാണ് എന്ത് ചെയ്തത്. ഞാനിപ്പോൾ റമദാൻ മാസം വരികയാണ്, അങ്ങനെ കുറച്ച് ഓതും, ഒരു 5 ദിവസമൊക്കെ ഓതും. 6ാമത്തെ ദിവസമാകുമ്പോൾ ഇങ്ങനെ നോമ്പർക്കല് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട് ലാസ്റ്റത്തും പറയും ഇനിയിപ്പോൾ ഏതായാലും പിടിച്ചാൽ കിട്ടൂല, നീ അത് കഴിഞ്ഞിട്ട് നോക്കാറുണ്ട്, മേക്കൊല്ലം നോക്കാറ്, അങ്ങനെ പോകും. ആ കൊല്ലം തീർത്തുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ റമദാൻ വരാൻ വേണ്ടി പോവാണ്. വേഗം എന്ത് ചെയ്യാറിഞ്ഞാല് ഒരു ഭാഗത്തൂടെ ഖത്തം തീർക്കുക, ഒരു ഭാഗത്തൂടെ ഖുർആൻ നോക്കി തീർക്കുക, അർത്ഥത്തോടു കൂടി 2 പണിയും ചെയ്യാം. ഒരു 5 ദിവസം നോക്കിയാലും മതി, പിന്നെ ബാക്കി അങ്ങനെ നോക്കി തീർത്താൽ മതി. ഖുർആൻ ഒരാവർത്തിയെങ്കിലും ജീവിതത്തിൽ അർത്ഥം നമ്മളെ മുന്നിൽ കൂടെ പോണ്ടേ? നിങ്ങൾ ആലോചിച്ചു. നമുക്ക് ഒരു ബോധമില്ലാത്തതിന്റെ കാരണം എന്താണ്? ഖുർആനൊന്നും അറിയില്ല നമുക്ക്. നമ്മൾ ദീനിന്റെ വലിയ ആൾക്കാരായി നടക്കണം. ഹോൾസെയിലൊക്കെ ടൺ കണക്കിന് കണ്ടെയ്നർ കയറ്റി ഓടുന്നത് നമ്മൾ ദീന്റെ ബംഗാൾക്ക്, ആസാമുക്ക്, UPക്കൊക്കെ നമ്മളൊരു ഒറ്റൊന്നിനും വിവരമില്ല എന്നൊക്കെ പറയും.
ആര്? നമ്മളെ മലപ്പുറംകാരല്ല ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ അറിവുള്ള ആൾക്കാരും. കാരണം നമുക്ക് ഇവിടെ എല്ലാം ഉണ്ട്, തുല്യാണ്. മറ്റേറ്റങ്ങൾക്ക് ഒന്നുമില്ല. അതുകൊണ്ട് നല്ല സുഖമാണ്. വേ കയറ്റ ഏലിക്ക് പറഞ്ഞെടുത്ത വേ മനസ്സിലാവും. ആർക്ക് തീരെ തീരില്ലാത്ത ഓരോട് വേ അള്ളാനെ പറ്റി പറഞ്ഞാൽ ഇത് നമുക്ക് ഈ എടായൊക്കെ അറിയാം. കയറി പോനെ ഒളിവിൽ ചാടി അപ്പുറത്തെത്തി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏത് പൊട്ടനും അറിയാം. ഏത് അതിന്റെ ആയത്ത്, ഇതിന്റെ ആയത്ത്, ഇസ്തിഗാസന്റെ ആയത്ത്, പിന്നെന്തൊക്കെ അതിന്റെ ആയത്ത്, ഇതിന്റെ ആയത്തൊക്കെ ഏത് പൊട്ടാടിക്കും അറിയാം. എന്നിട്ട് ഓനാവ് വെച്ച് ഇങ്ങനെ എന്ത് ചെയ്യാൻ കളിക്കാൻ ആഖിറത്തേക്ക് അമൽ ചെയ്യാനുള്ള ഒരായത്തും അറിയില്ല. കാരണം ഇവിടുത്തെ പ്രഭാഷണങ്ങൾ മൊത്തം അതാണ് നടക്കുന്നത്. അതാണ് ഇജങ്ങൾ കേൾക്കുന്നത്. അതാണ്. അതുകൊണ്ട് പോയി ഖുർആൻ വായിച്ചു തുടങ്ങണം, ഖുർആൻ പഠിക്കണം. നാളെ അള്ളാഹുവിന്റെ മുമ്പിലെത്തിയിട്ട് ഇത് അറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാലൊന്നും നമുക്ക് എന്താവില്ല, രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. ഉറപ്പ് ജനങ്ങളോട് വ്യക്തമായിട്ട് പറയാൻ ഇതിലൊക്കെ ഓരോ ആരും അങ്ങനെ പറയില്ല. കാരണം എല്ലാവരും അങ്ങനെ ഒരു അവസ്ഥയിലല്ല. ഇല്ല, ഖുർആൻ നോക്കാതെ പോയാൽ പെടും, ഉറപ്പായിട്ടും പെടും. കാരണം ഇത് എനിക്ക് അറിയില്ലെങ്കിൽ പറയാൻ പറ്റില്ല. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വെച്ചിട്ട് എനിക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞാൽ അറിയില്ലെങ്കിൽ പറഞ്ഞാൽ അതിന് പണി നമ്മൾ പറഞ്ഞുതരാം. അവിടെ ചെറിയൊരു റെയിൽവേ കോടതിന്റെ കോഴിക്കോടൊക്കെ ഉണ്ട്, പിടിച്ചാട് കൊണ്ടുപോകും. എന്നിട്ട് ഇത്ര സമയം മുതൽ 3:45 പ്ലാറ്റ്ഫോമിൽ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ താങ്കളെ കണ്ടിരുന്നു, ശരിയാണോ മജിസ്ട്രേറ്റ് അപ്പം തന്നെ, അല്ലാണ്ട് വക്കീലൊന്നും വെക്കണ്ടേ. ഉണ്ടായിരുന്നു, ശരിയാണ്, 200 രൂപ അടച്ചാളറിയാം. അപ്പൊ വേഗം മനസ്സിലാവും. പിന്നെ റെയിൽവേ സ്റ്റേഷൻ കാണുന്നതിന് മുമ്പ് തന്നെ എന്താവും, പ്ലാറ്റ്ഫോം ടിക്കറ്റിന് വേണ്ടി ക്യൂക്കിടാണ്. കാരണം എന്താ പറയുക, 200 പോയതാണ്. ഇതേമാതിരിയാണ് ഖുർആൻ പഠിച്ചില്ലെങ്കിൽ ആഖിറത്തിലെത്തുമ്പോൾ പണിയിട്ടു. അവിടുന്ന് ഇങ്ങനെ പഠിച്ചാൻ വരാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഇപ്പൊ അവസരമുണ്ട് പോയി ഈ റമദാനോട് കൂടിയെങ്കിൽ തുടങ്ങൂലേ ഇൻഷാ അല്ലാഹ്. കമ്പ്യൂട്ടറൊക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലേ? കമ്പ്യൂട്ടറൊക്കെ നമ്മൾ പഠിച്ചു. മാങ്ങ കൊട്ടയിലിട്ട് പിടിപ്പിച്ച് നമ്മളെ മുമ്പ് അല്ലേ? അപ്പൊ ഉടനെ ഞങ്ങൾക്ക് ഇത് അങ്ങനെ മാങ്ങ കോഴിമുട്ടയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് അന്നൊക്കെ പോയി പിടിച്ച് പഠിച്ചിപ്പോ നമ്മൾ അത്യാവശ്യം വീട് കൈകാര്യം ചെയ്യും, കണക്ക് കൈകാര്യം ചെയ്യും, എല്ലാം കൈകാര്യം ചെയ്യും, ബില്ലടിക്കും, എല്ലാ പണിയും നമുക്കറിയാം. പിന്നെ ഗൂഗിൾ പേ ഒക്കെ എത്ര പെട്ടെന്നാ പഠിച്ച്. ഗൂഗിൾ പേ, ഫോൺ പേ, വേറെ എന്തൊക്കെ സാധനമൊക്കെ നമ്മൾ പഠിക്കണ്ടേ. ആകെ തിരിയാത്ത എന്തേ ഉള്ളൂ, ഖുർആൻ മാത്രം നമ്മളെ തലയ്ക്ക് കയറില്ല. എന്നാ ഖുർആനാണ് ഏറ്റവും എളുപ്പമാക്കിയത്. അതുകൊണ്ട് ഖുർആൻ എന്തായാലും പഠിക്കണം. ഖുർആൻ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈമാൻ കൂടും, നമുക്ക് റാഹത്ത് കൂടും, നമുക്ക് ഉറപ്പ് കൂടും, പടച്ചവന്റെ വിശ്വാസം കൂടും. ഇത് നമുക്ക് വേർതിരിച്ച് മനസ്സിലാവൂല. ഖുർആൻ അറിഞ്ഞ ഒരാൾക്ക് നല്ല ഉറപ്പുണ്ടാവും, അയാൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവും. ഖുർആൻ ഓതുമ്പോൾ തന്നെ റാഹത്തുണ്ടാവും. ഖുർആൻ ഓതുമ്പോൾ ഓരോ ആഴ്ചകൾ കാണുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. നമ്മളെ ചിന്താഗതികൾ മാറും. മനുഷ്യനാണ്, ഇവിടെ കുറെ ചിന്തകൾ ഉണ്ടായോണ്ട് ഉണ്ടാവില്ലേ. ദുനിയാവിന്റെ ഒരു ഗഫ്ലത്തിന്റെ ചിന്തയിൽ നിൽക്കുകയാണെങ്കിൽ ഏത് മനുഷ്യനും ഗഫ്ലത്തുണ്ടാവും. പക്ഷെ അയാളായി കഴിഞ്ഞിട്ട് ഒരു ഖുർആൻ ഇങ്ങനെ ഓതുകയാണെങ്കിൽ അയാൾക്ക് ഭയങ്കര രസമുണ്ടാവും, ഭയങ്കര റാഹത്തുണ്ടാവും. അവിടെ നിങ്ങൾ പഠിക്കൂല ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കൂടി തോപ്പിക്കില്ലേ, പഠിക്കൂല ഇൻഷാ അല്ലാഹ്. ചിലവര് ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ എന്തോ കുറ്റാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാക്കാണ്, ഞാൻ ഏതായാലും പഠിക്കാൻ വിചാരിച്ചില്ല, വെറുതെ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് അതിന്റെ കുറ്റം കൂടി വാങ്ങാൻ ആവില്ലാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് മുണ്ടാതെ. പഠിക്കൂല ഇൻഷാ അല്ലാഹ്. അല്ലാഹ് അമൽ ചെയ്യാൻ തോപ്പിക്കുമാറാവട്ടെ.